പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയുടെ ശാന്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2026 ഫെബ്രുവരി മാസം 3-ാം തീയതി ചൊവ്വാഴ്ച വേദപുസ്തക പഠന പരമ്പരയിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇന്ന് 61-ാമത്തെ ക്ലാസ്സിലേക്ക് ആണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തക പഠനത്തിൽ 7 മുദ്രകളോടുള്ള ബന്ധത്തിലെ 7-ാമത്തെ മുദ്ര കുഞ്ഞാടാം ദൈവം പൊട്ടിക്കുന്നതോടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 കാര്യങ്ങളെന്നാണ് ഞാനത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അത് പ്രധാനമായിട്ടും 4 കാര്യങ്ങളാകുന്നു എന്നുള്ളത് ഇന്ന് രാത്രിയിൽ ഒന്ന് തിരുത്തി മനസ്സിലാക്കണമെന്ന് പ്രാരംഭത്തിൽ തന്നെ പറയുന്നു. 7-ാമത്തെ മുദ്രയുടെ പ്രധാന വിഷയം ഞാൻ 2018 ഏകദേശം 2013 വെളിപ്പാട് പുസ്തക പഠനത്തിൻ്റെ 11 ഏകദേശം ആ കാലഘട്ടത്തിലൊക്കെയാണ് ഈ വെളിപ്പാട് പുസ്തക രചന തുടങ്ങിയത്. അത് പ്രസിദ്ധീകരിച്ച് 2018 ഏകദേശം 5 വർഷത്തോളമുള്ള നീണ്ട സമയം കൊണ്ടാണ് വെളിപ്പാട് പുസ്തക രചന പൂർത്തീകരിക്കപ്പെട്ടത്. അന്ന് എനിക്ക് പിന്മഴയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടധികം ലഭിച്ചിരുന്നില്ല. എന്നാൽ 2024 നമ്മളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു, പിന്മഴ എന്നുള്ള വിഷയം. അത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അന്ന് ആ സമയങ്ങളിൽ നമ്മൾ ക്ലാസ് എടുക്കുകയും അതേക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അതിനെക്കുറിച്ച് പറയുമ്പോൾ 7-ാമത്തെ മുദ്രയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം പിന്മഴയാകുന്നു. 7-ാമത്തെ മുദ്രയുടെ സമയത്താണ് പിന്മഴ ലോകത്തിൽ ചൊരിയപ്പെടുന്നത് എന്നുള്ളത് വളരെയധികം പ്രസക്തമായ പ്രാധാന്യതയുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുവാൻ വേണ്ടി ഇന്ന് രാത്രിയിൽ പിന്മഴയെക്കുറിച്ചുള്ള ലഘുവായിട്ടുള്ളൊരു വിശദീകരണം നൽകുവാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. എന്താണ് പിന്മഴ എന്നുള്ളത് അറിയാൻ കഴിയാത്തതുകൊണ്ട്, അതെപ്പോൾ ചൊരിയപ്പെടുന്നു, അത് ആരുടെ മേൽ ചൊരിയപ്പെടുന്നു എന്നത് അറിയാത്തതുകൊണ്ട് പലപ്പോഴും തെറ്റായിട്ടുള്ള പല വ്യാഖ്യാനങ്ങളിലേക്കും പാട്ടുകളിലേക്കും ഒക്കെ കടന്നുപോയി ദൈവസഭയുടെ ഉപദേശത്തിന് സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന കണ്ടപ്പോൾ എളിവുണ്ടായ ഒരു വിഷമത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിന്മഴ എന്താകുന്നു, അഗ്നിസ്നാനം എന്താകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നൽകുകയും അതനുസരിച്ച് നമ്മുടെ ഒരു ഫാമിലി കോൺഫറൻസിൽ നമ്മൾ സുദീർഘമായ ക്ലാസ്സിലെടുത്ത് ആ പുസ്തക പ്രകാശനത്തോടുള്ള ബന്ധത്തിൽ അത് നമ്മൾ വെളിപ്പെടുത്തിയത്. എന്നാൽ എങ്കിലും ഈ പുസ്തക പഠനം അല്ലെങ്കിൽ വേദപുസ്തക മർമ്മങ്ങളൊക്കെയും നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും ഒന്നും ആരും ഗ്രഹിച്ചിരിക്കത്തില്ല, മനസ്സിലാകത്തില്ല. കാരണം അത് നമുക്കെപ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതേ ഓർമ്മയിലിരിക്കുകയുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ കേൾക്കും, കുറച്ച് കഴിയുമ്പോൾ അത് മാനുഷികമായിട്ടുള്ള രീതി നമ്മുടെ ഓർമ്മയിൽ നിന്ന് അത് വിസ്മരിക്കപ്പെട്ടു പോകും. എന്നാൽ വീണ്ടും ആവർത്തിച്ച് പത്രോസ് പറഞ്ഞതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അറിയാമെങ്കിലും ഓർപ്പിച്ചുണർത്തിയെങ്കിൽ മാത്രമേ അതിന് ഒരു പ്രകാശനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഈ വെളിപ്പാട് പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ ഭാവി കാലങ്ങളിലുള്ള എല്ലാ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് സഭയോട് മാത്രമല്ല, അത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള സകല ജാതികളോടുമുള്ള ബന്ധത്തിൽ, സകല മനുഷ്യരോടുള്ള ബന്ധത്തിലാണ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത്. ഇനി സംഭവിപ്പാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വളരെ മർമ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ആ സംബന്ധമായിട്ടുള്ള ഒരു ലഘുവായിട്ടുള്ളൊരു വിശദീകരണം ഈ സമയത്ത് നൽകണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ആഗ്രഹിക്കുകയാണ്. ഇതിനു മുമ്പ് ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നല്ലത്, അതല്ലെങ്കിൽ ഇനി ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ അവർക്കും ഇത് പ്രയോജനപ്പെടണമല്ലോ. കാരണം അഗ്നി കൊണ്ടുള്ള അഭിഷേകം എന്നൊക്കെ പറഞ്ഞ് പാടി പരിശുദ്ധാത്മാവ് അതീതമായിട്ട് മറ്റൊരു അഭിഷേകം ദൈവസഭയുടെ മേൽ അയക്കുവാനായിട്ടില്ല. ഞാൻ പ്രത്യേകം ഒന്നുകൂടി ഓർപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ദൈവിക തൃത്വമായിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് മുൻമഴയായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. അത് ഭൂമിയിലുണ്ട്. അപ്പം അതിന് മീതെ ഇനി മറ്റൊരു അഭിഷേകം ദൈവസഭയുടെ മേൽ പകരാനില്ല. കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ മേൽ പരിശുദ്ധാത്മാവിന് അതീതമായിട്ട് മറ്റൊരു ശക്തി അയക്കാനുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവാം ദൈവത്തെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്, അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പരിശുദ്ധാത്മാവിനേക്കാൾ അതീതമായിട്ട് ഇനി എന്ത് ശക്തിയാണ് നമുക്ക് നൽകാനുള്ളത്? അപ്പോൾ അത് ആളത്തമായിട്ട് ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് ഒരിക്കലും ഇരട്ടിപ്പങ്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പരിശുദ്ധാത്മാവിടെ ഭൂമിയിൽ തന്നെയുണ്ട്, ആളത്തമായിട്ടുള്ളതാണ്. അത് നമ്മൾ പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ അതിനെ ഒരിക്കലും അഗ്നിസ്നാനവുമായിട്ട് കൂട്ടിക്കുഴച്ച്
തെറ്റായിട്ടുള്ള ഉപദേശങ്ങളിലേക്ക് പോകരുത്. കാര്യങ്ങളെ മനസ്സിലാക്കി ഗ്രഹിച്ച് മുമ്പോട്ട് പോകേണ്ടത് ഓരോ കാലഘട്ടത്തിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ടാണ് വിഷയത്തെക്കുറിച്ച് വളരെയധികം ശക്തമായിട്ട് ക്ലാസ് എടുക്കാനും ഒരു പുസ്തകം തന്നെ രചിക്കുവാനും ഇടയാത്തതുണ്ട്. അപ്പോൾ 7ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് പ്രധാനമായിട്ടുള്ള 4 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ദാസന്മാരുടെ അഥവാ സഹവർത്യന്മാർ 144,000 മുദ്രയിടാനുള്ള സമയമാണ്. അതിൽ ഈ മുദ്രയിടുന്ന സമയം അരമണിക്കൂർ സമയത്തിൻ്റെ മൗനതയിലാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ ഭരണ സമയം 1ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന മുതൽ നിരവധി പേര് രക്തസാക്ഷിത്വം വരിച്ചു. അതിൽ നമുക്കറിയാം 2ാമത്തെ നിലവിളക്കിൽ ഉൾപ്പെടുന്ന സഭയുടെ ശേഷിപ്പിലുള്ള വിശുദ്ധന്മാർ രക്തസാക്ഷിത്വം വരിക്കുന്നുണ്ട്. അതുപോലെ 2ാമത്തെ ഒലിമരത്തിൽ ഉൾപ്പെടുന്ന 144,000 ആൾക്കാരും രക്തസാക്ഷിത്വം വരിച്ചു. എന്നാൽ അവരെ ശക്തീകരിക്കാൻ വേണ്ടി വളരെ പീഡയും വലിയ കർശനയും മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് നിലനിൽക്കാൻ കഴിയാത്തൊരു സന്ദർഭത്തിൽ വരുന്ന സമയത്ത് ഈ വീണ്ടും ശേഷിച്ചിരിക്കുന്നവരെ ശക്തീകരിക്കുന്നതോടൊപ്പം തന്നെ അതിനു മുമ്പ് രക്തസാക്ഷിത്വം വരിച്ച് യാഗപീഠത്തിന് കീഴിൽ അഥവാ ഭൂമിക്ക് കീഴിൽ ആയിരിക്കുന്ന വിശുദ്ധന്മാരെ ദൈവം അംഗീകരിച്ചുകൊണ്ട്, സഹജനത്തെ ദൈവം അംഗീകരിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ യാഗപ്പാണ്, രക്തമാണ് അവരെ വിടുവിച്ചെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി, അവരെ വീണ്ടെടുക്കുകയാണ്. അതുകൊണ്ടാണ് വെള്ളനിലയെങ്കിൽ ഓരോരുത്തർക്കും കൊടുത്ത് അവരെ സ്വസ്ഥമായി പാർക്കണമെന്ന് പറയുമ്പോൾ ദൈവം അവരെ അംഗീകരിച്ചു. യേശു ക്രിസ്തുവിൻ്റെ യാഗത്താലാണ് അവരെ നീതീകരിക്കപ്പെട്ടത്, അവർക്ക് വെള്ളനിലയെങ്കിൽ കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷമായിട്ട് ഒരു ദൂതൻ, ആ ദൂതൻ തന്നെയാണ് കരയേറി വന്നിട്ട് ഇവരെ ശേഷിക്കുന്നവരെ സഹവർത്യന്മാരെ മുദ്രയിട്ട് കഴിയുവോളം ഈ കേടുവരുത്തരുതെന്ന് പറയുന്ന 4 ദൂതന്മാരോട് പറയുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ രക്തസാക്ഷിത്വം വരിച്ച അവരെ വെള്ളനിലയെങ്കിൽ കൊടുത്തവരെ അംഗീകരിക്കുകയും ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നവരെ ആ കാലഘട്ടത്തിൽ തുടർന്നുള്ള സമയത്ത് രക്തസാക്ഷിത്വം വരിക്കാൻ വേണ്ടി അവരെ ശക്തീകരിക്കാൻ വേണ്ടി സഹവർത്യന്മാരായിട്ടുള്ളവരെ അവർക്ക് അഭിഷേകം അതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ അഭിഷേകം ചെയ്യാൻ വേണ്ടി അവരെ 144,000 ശേഷിച്ചിരിക്കുന്നവരെ അവരെ മുദ്രയിടുമ്പോൾ അപ്പം അതിൽ ഏതെല്ലാം ഗോത്രങ്ങൾ ഉൾപ്പെടുന്നു, എന്തുകൊണ്ട് ദാൻ ഗോത്രത്തെ ഒഴിവാക്കി, എന്തുകൊണ്ട് എബ്രഹാം ഗോത്രത്തെ ഒഴിവാക്കി എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. വളരെ 144,000 മുദ്ര ഇടുന്നതിനെക്കുറിച്ച് ഗോത്രങ്ങളുള്ള വിവരണം 7ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ദാൻ ഗോത്രത്തെ ഒഴിവാക്കാൻ കാരണം എന്താണെന്നും അതിൽ നിന്ന് എബ്രഹാം ഗോത്രം, യോസഫ് എന്ന് പറഞ്ഞ് എബ്രഹാമിൻ്റെ ഗോത്രത്തെ മാറ്റി നിർത്താൻ കാരണം എന്താണെന്നും കഴിഞ്ഞ ദിവസത്തെ പഠനത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ വേഗത്തിൽ പറയാം. ദാൻ ഗോത്രം എന്നുള്ളത് ന്യായവിധിയുടെ ഗോത്രമാണ്. നിത്യതയിൽ ന്യായവിധി ഇല്ലാത്തതുകൊണ്ട് ഈ ഇസ്രായേൽ ഗോത്രങ്ങളുടെ 12 ഗോപുരങ്ങളിൽ ദാൻ എന്ന പേര് എഴുതി വെച്ചാൽ അത് വലിയൊരു അബദ്ധമായിരിക്കും. നിത്യതയിൽ ന്യായവിധി ഇല്ല. അതുകൊണ്ടാണ് ദാൻ എന്ന ഗോത്രത്തെ ഒഴിവാക്കിയത്. നിത്യതയിൽ വർധനവില്ല, അതുകൊണ്ടാണ് എബ്രഹാം എന്നുള്ള പേര് ഒഴിവാക്കിയത്. അതേക്കുറിച്ച് വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ യാക്കോബിൻ്റെ അനുഗ്രഹ പ്രാർത്ഥനയും മോശയുടെ അനുഗ്രഹ പ്രാർത്ഥനയും നമ്മൾ ചിന്തിച്ചിരുന്നു. എന്തുകൊണ്ട് ചില ഗോത്രങ്ങൾ ഒഴിവാക്കി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നതിന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പഠനം ദൈവനിശ്ചയോടെ തന്നെ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്കത് വീണ്ടും കേട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്നും വിശേഷാൽ ഓർപ്പിക്കുന്നു. ഞാൻ വേഗത്തിൽ ഇതിലേക്ക് കടന്നു പോകുന്നത്, അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേണ്ട കാര്യങ്ങളെ അതാൻ്റെ സമയത്തെല്ലാം ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കാണുന്ന സംഭവങ്ങളൊന്നും അത് യാദൃശ്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഓരോ സമയത്ത് നിവൃത്തിയിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദൈവം മുൻമഴയായിട്ട് നൽകിയത് ദൈവസഭയുടെ ആരംഭത്തെങ്കിൽ അന്ന് ആരംഭമിട്ട പെന്തക്കോസ്ത നാളിൽ ആണ് പരിശുദ്ധാത്മാവ് 120 പേരാകുന്ന ഇസ്രായേലിൽ നിന്ന് വേദനിക്കപ്പെട്ടവർ അവരുടെ മേൽ വ്യാപരിച്ച് അവരെ സഭയുടെ കല്ലുകളാക്കി മൂലക്കല്ലാരും ക്രിസ്തുവിനോട് ചേർത്ത് പണിയുകയും കൊർന്നേല്യോസിൻ്റെ ഭവനത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയോടുകൂടി ജാതികളായിട്ടുള്ള നമ്മളിലേക്കും അത് പകരപ്പെടുവാനും ഇടയായിത്തീർന്നു. അപ്പോൾ സകല മനുഷ്യർക്കും പ്രാപിച്ചെടുക്കാവുന്ന രക്ഷയും പരിശുദ്ധാത്മാഭിഷേകവും ഇന്ന് സാർവത്രികമായിട്ടുള്ള ആഗോള സഭയുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നു. എന്നാൽ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഇസ്രായേൽ മുഴുവനും
അല്ലെങ്കിൽ ഇസ്രായേൽ എന്നുള്ള ഒരു ജാതി യഥാർത്ഥത്തിൽ യേശുവിനെ അംഗീകരിക്കുന്നില്ല. അവരിപ്പോഴും പഴയ നിയമ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ്. എന്നാൽ അവരെ ദൈവം ഒരു കൃപയാലുള്ള ശേഷിപ്പ് വീണ്ടെടുപ്പുണ്ട്. അത് അവരെ നിത്യതയുള്ള ബന്ധത്തിൽ അബ്രഹാമിൻ്റെ മക്കളുടെ പേരുകൾ കാണപ്പെടും, ശാശ്വതാവകാശമായിരിക്കും എന്നുള്ള വചനപ്രകാരം അവരുടെ പേരുകൾ ഗോപുരങ്ങളുടെ ബന്ധത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനെ ആർക്കും മാറ്റാൻ കഴിയത്തില്ല. ഇവിടുന്ന് ഒരു ഗോത്രത്തെ പോലും ഇസ്രായേൽ ഗോത്രത്തെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. കാരണം നിത്യതയിൽ കാണപ്പെടുന്ന പേരുകളാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരുകൾ. അത് നിത്യതയുള്ള ബന്ധത്തിൽ പുതിയ യെരൂശലേമിലുള്ള ബന്ധത്തിലെ ഗോപുരങ്ങളിൽ 12 ഗോത്രങ്ങളുടെ പേരുകൾ മുദ്രയിടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കാണുമ്പോൾ ഇസ്രായേൽ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. കാരണം അബ്രഹാമിൻ്റെ സന്തതികളായിരിക്കുന്ന ആ ഗണത്തിൽപ്പെടുന്നവരെ ദൈവം തിരഞ്ഞെടുത്താണ്. കൃപയാൽ തിരഞ്ഞെടുത്ത് അതിൽ 144,000 പേരുള്ള ഗണത്തോടുള്ള ബന്ധത്തിൽ 12 ഗോപുരമുള്ള ബന്ധത്തിൽ 12,000 പേരെ വെച്ചുള്ള ഒരു പണിയിലാണ് പുതിയ നിയമ യെരൂശലേമിൻ്റെ ഗോപുരങ്ങൾ പണിയപ്പെടുന്നതിനെക്കുറിച്ച് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ വെളിപ്പാട് പുസ്തക പഠനത്തിലെ ഗോപുരങ്ങളുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ചിന്തിക്കുന്നതായിരിക്കും. അപ്പം അതിൻ്റെ കല്ലുകളായി തീരുന്നത്, അതിൻ്റെ മുത്തുകളായി തീരുന്നത് ഈ പറയുന്ന 144,000 പേരാണ്. അവരെ അഭിഷേകം ചെയ്യുന്നത്, അവരെ മുദ്രയിടുന്നത് അഗ്നി സ്നാനമാകുന്ന പിന്മഴ ആകുന്നു. മുൻമഴ എന്നുള്ളത് സഭയോട് ബന്ധത്തിലാകും. ഇനി ഇത് സംബന്ധമായിട്ട് നമ്മൾ എത്ര പറഞ്ഞാലും പെട്ടെന്ന് ആർക്കും അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. എന്നാൽ വേദപുസ്തകത്തിൽ മനുഷ്യരുടെ ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, ഇസ്രായേലിൻ്റെ ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 4 സ്നാനങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ സ്നാനങ്ങളുള്ള ബന്ധത്തിൽ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്ന സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അദ്ദേഹം 3 സ്നാനങ്ങളുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, മാനസാന്തര സ്നാനം. അതാണ് യോഹന്നാൻ ചെയ്തുകൊണ്ടിരുന്ന സ്നാനം. അത് യോഹന്നാൻ്റെ കാലം മുതൽ യേശുക്രിസ്തു സ്നാനമേറ്റ് ശേഷമായിട്ട് ദൈവസഭ എന്ന് ആരംഭമിട്ടു, കർത്താവിൻ്റെ ആ വിശ്വാസസ്നാനം ദൈവസഭ നിലവിലുന്നു. അന്ന് വരെയാണ് യോഹന്നാൻ്റെ മാനസാന്തര സ്നാനത്തിന് വിലയുണ്ടായിരുന്നത്. അത് മാനസാന്തരപ്പെട്ട് അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവർ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുകയാണ് ചെയ്തത്. എന്നാൽ വിശ്വാസ സ്നാനം എന്നുള്ളത് അത് യേശുക്രിസ്തു അരുളി ചെയ്തതാണ്. വിശ്വാസ സ്നാനം ദൈവസഭയോട് പറഞ്ഞിരിക്കുന്നത് വിശ്വാസ സ്നാനവും പരിശുദ്ധാത്മാവ് സ്നാനവുമാകുന്നു. എന്നാൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് യോഹന്നാൻ സ്നാപകൻ നടത്തിയ സ്നാനം മാനസാന്തര സ്നാനമാണ്. എന്നാൽ അവനോട് ബന്ധം പറഞ്ഞിരിക്കുന്നത്, യോഹന്നാൻ പറഞ്ഞപ്പോൾ ആരാ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പിന്നാലെ വരുന്നവൻ അവൻ ശക്തിമാനാകുന്നു, അവൻ്റെ ചെരുപ്പ് എൻ്റെ വാറ് കുഴിഞ്ഞ് നിൽക്കാൻ ഞാൻ യോഗ്യത, അവൻ ഞങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയിനാലും സ്നാനം കഴിപ്പിക്കുമെന്ന് യഹൂദ ജനങ്ങളെ നോക്കി ഇസ്രായേലിനോട് ബന്ധത്തിൽ പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു ഇസ്രായേലിനെ സ്നാനപ്പെടുത്തുന്നുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ മാനസാന്തര സ്നാനമേറ്റവരായിരുന്നു. അതിൻ്റെ കാലാവധി ഈ ദൈവസഭ സ്ഥാപിതമാകുന്നതോട് വരെ അത് തീർന്നു. പിന്നീട് ആരും തന്നെ മാനസാന്തര സ്നാനത്തിന് വേണ്ടി അല്ല നിൽക്കുന്നത്. അതേക്കുറിച്ച് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി സ്നാനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ എടുത്തു പോകണം. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം മാനസാന്തര സ്നാനം യോഹന്നാൻ സ്നാപകൻ പഠിപ്പിച്ച അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയങ്ങൾ അപ്പന്മാരോടും നിരപ്പിക്കാനുള്ള മാനസാന്തര ശുശ്രൂഷയാണ് യോഹന്നാൻ നടത്തിയത്. അതായിരുന്നു മാനസാന്തര സ്നാനം. യോർദാൻ നദിയിൽ നടന്ന സ്നാനം മാനസാന്തര സ്നാനമായിരുന്നു. അത് യോർദാൻ നദിയിലാണ് ആ സ്നാനം നടന്നിരുന്നത്. മറ്റൊരു സ്ഥലത്ത് നടത്തിയിട്ടില്ല. മാനസാന്തര സ്നാനം യോർദാൻ നദിയിലാണ് യോഹന്നാൻ നടത്തിയത്. അതിനുള്ള ബന്ധത്തിലാണ് നടത്തിയിരുന്നത്. മറ്റൊരു സ്ഥലത്തും തന്നെ മാനസാന്തര സ്നാനം നടത്തിയതായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ നടന്ന സ്നാനം മാനസാന്തര സ്നാനമായിരുന്നു. അതിൻ്റെ സമയം യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷ മുതൽ പെന്തക്കോസ്ത് നാൾ വരെയാണ് മാനസാന്തര സ്നാനം നടന്നിരുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ അവർ തന്നെ മാനസാന്തരപ്പെട്ട് അവർ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടുകയായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായിരുന്നില്ല. എന്നാൽ ആ സ്നാനം ഏറ്റവരാണ് കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളെല്ലാം. പക്ഷെ അവർ കൂടിയിരുന്നപ്പോൾ അവരുടെ മേലാണ് പരിശുദ്ധാത്മാഭിഷേകം വന്നത്.
അപ്പോൾ അവരേറ്റ സ്നാനത്തെ ദൈവം അംഗീകരിച്ചിരുന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാഭിഷേകം വന്നു. അന്ന് മുതലാണ് യേശുക്രിസ്തു പറഞ്ഞ വിശ്വാസ ജലസ്നാനം ദൈവസഭയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ തുടങ്ങിയത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി സകലജാതികളോടും സുവിശേഷം പ്രസംഗിച്ച് രക്ഷിക്കപ്പെടുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ് ഉപദേശിച്ചെല്ലാം പഠിപ്പിച്ച് ശിഷ്യരാക്കിക്കൊള്ളുവാൻ പറഞ്ഞുകൊണ്ട് ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നതാണ് വിശ്വാസസ്നാനം, വിശ്വാസ ജലസ്നാനം. അതാണ് ദൈവസഭയ്ക്കുള്ളത്. അപ്പോൾ അത് യോഹന്നാൻ പറഞ്ഞു, നിങ്ങളുടെ അവൻ വിശ്വാസസ്നാനം എന്നുള്ളത് അത് മനുഷ്യർ ചെയ്യുന്നതാണ്. കർത്താവല്ല, യേശുക്രിസ്തുവല്ല എല്ലാവരെയും വിശ്വാസസ്നാനം ഏൽപ്പിക്കുന്നത്. അത് ദൈവം മനുഷ്യർക്ക് തന്നിരിക്കുന്ന ഒരു അധികാരമാണ് ജലത്തിൽ സ്നാനപ്പെടുത്തുക എന്നുള്ളത്. അത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി സകല ജാതികളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ സ്നാനപ്പെടുത്തുകയും. എന്നാൽ പരിശുദ്ധാത്മ സ്നാനവും അഗ്നിസ്നാനവും യേശുക്രിസ്തു നൽകുന്നതാണ്. അപ്പോൾ ദൈവസഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന സ്നാനം, ഒന്ന് വിശ്വാസ ജലസ്നാനം, രണ്ട് ദൈവം പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മാവ് സ്നാനം. അത് നമുക്ക് 2000 വർഷം മുമ്പ് അത് നിവൃത്തിയിരിക്കപ്പെട്ടു. ലോകത്തിലത് പരിശുദ്ധാത്മാവ് ലോകത്തിൽ വന്നു. പരിശുദ്ധാത്മാവ് സ്നാനം അന്ന് മുതൽ തുടങ്ങി. അപ്പോൾ വിശ്വാസസ്നാനമേറ്റ് വിശ്വസിക്കുന്ന വിശുദ്ധന്മാരുടെ മേൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം അയക്കുന്നതാണ് പരിശുദ്ധാത്മാവ് സ്നാനം. അതാണ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ, പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിലുള്ള സ്നാനം. 2 സ്നാനമാണ് നമുക്കുള്ളത്. ഒന്ന് വിശ്വാസ ജലസ്നാനവും, 2 പരിശുദ്ധാത്മാഭിഷേക സ്നാനവും. ഈ 2 സ്നാനം ഏറ്റിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി ദൈവസഭയുള്ള ബന്ധത്തിൽ അവർ ആ സ്നാനങ്ങളുടെ ബന്ധത്തിൽ പൂർണ്ണതയുള്ളവരാണ്. അപ്പോൾ ജലസ്നാനം, വിശ്വാസസ്നാനം, അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെയാണ് സ്നാനപ്പെടേണ്ടത്. യേശുവിൻ്റെ നാമത്തിലല്ല, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലല്ല, പിതാവിൻ്റെ നാമത്തിലല്ല. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന ദൈവിക തൃത്വനാമത്തിലാണ് സ്നാനപ്പെടേണ്ടത്. അത് അങ്ങനെ തന്നെ സ്നാനപ്പെടണം. അപ്പോൾ യേശുക്രിസ്തുവിൽ പിതാവുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. അപ്പോൾ അത് വ്യക്തമായി പറഞ്ഞുകൊണ്ട് സ്നാനപ്പെടുത്തുന്നതാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം. ഞാനത് നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. സഭയുള്ള ബന്ധത്തിൽ ഈ വെളിപ്പാട് പുസ്തക പഠനത്തിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് വീണ്ടും ചിന്തിച്ചാൽ മതി. ആരെങ്കിലും പറയുകയാണ് ഇനി യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ അതിൻ്റെ ആവശ്യം അത് ഒരിക്കലും പാടില്ല. കാരണം എല്ലായിടത്തും യേശുവിൻ്റെ സ്നാനം എന്ന് പറയാതെ, യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുന്ന എന്ന് പറയാതെ, യേശു പഠിപ്പിച്ച പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് സ്നാനം. സ്നാനശുശ്രൂഷയ്ക്ക് മാറ്റമില്ല. അത് ആ നാമത്തിൽ തന്നെയായിരിക്കും ലോകാവസാനത്തിൻ്റെ അവസാനം വരെ, അഥവാ കർത്താവിൻ്റെ 2ാമത്തെ വരവ് നടക്കുന്നവരെയും സ്നാന ശുശ്രൂഷ ഭൂമിയിലുണ്ടായിരിക്കും. ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി സ്നാനം തീരുന്നില്ല. സ്നാനത്തിൻ്റെ അവസാനം വരെയും കർത്താവിൻ്റെ 2ാമത്തെ വരെ ഉണ്ടാകും. അപ്പോൾ എന്നാൽ പൊതുവായിട്ടുള്ള ചിന്താഗതി, ഈ പരിശുദ്ധ എടുക്കപ്പെടുന്നതോടുകൂടി ഈ ദൈവസഭ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യും, ഇവിടുന്ന് ഇല്ല, പിന്നെ ശേഷിപ്പില്ല എന്നുള്ളതാണ് പലരും പഠിപ്പിക്കുന്നെങ്കിൽ അങ്ങനെയല്ല എന്നുള്ളതിന് മുമ്പ് നമ്മൾ ചിന്തിച്ചിരുന്നു. കർത്താവ് പറഞ്ഞു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് ഇസ്രായേലിനോടല്ല കർത്താവ് പറഞ്ഞത്, ദൈവസഭയോടാണ് പറഞ്ഞത്. അപ്പോൾ ദൈവസഭയുടെ ശേഷിപ്പ് മധ്യാകാശ പ്രത്യക്ഷയ്ക്ക് ശേഷം ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും, ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ദൈവസഭയുടെ ശേഷിപ്പ് ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതെങ്കിലും ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ പഠനം കൊണ്ട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എല്ലാവരും കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ 30 മേനിയും 60 മേനിയും ഭൂമിയിൽ ശേഷിച്ചിരിക്കും. 100 മേനിയാകുന്ന ആദിജാതന്മാരുടെ സഭ മാത്രമായിരിക്കും കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരായിട്ടുള്ളവർ. അതിനപ്പുറമായിട്ട് യാതൊരു വിധമായ ഭാഗ്യകരമായ അവസ്ഥയുമില്ല. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ജനിച്ചിട്ട് അവന് ലഭിക്കാവുന്നതിലെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഭാഗ്യകരമായിരിക്കുന്നത് കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ അവൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടാൻ കഴിഞ്ഞെങ്കിൽ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആരുമാകട്ടെ, പ്രിയപ്പെട്ടവരെ, അതാണ്
നമ്മുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അത് നമ്മുടെ ഭാഗ്യകരമായ അവസ്ഥ. അതിനപ്പുറമായിട്ടൊന്നുമില്ല. ലോകത്തിൽ നിങ്ങൾ ആര് ആയാലും, നിങ്ങൾ എത്ര കോടികൾ സമ്പാദിച്ചാലും, നിങ്ങൾ ഏത് വലിയ ഉന്നത വ്യക്തിയായി തീർന്നാലും, ഞാൻ പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൻ്റെ പരമോന്നതമായ സ്ഥാനം അലങ്കരിക്കാം. പക്ഷേ എന്നാൽ ഈ ലോകത്തിലൂടെ എല്ലാം ഇവിടം കൊണ്ട് തീർന്നു പോകും. ഇവിടെ കിട്ടുന്ന സ്ഥാന മഹിമകൾ നമുക്ക് ധനം കൂടുതൽ ലഭിച്ചാൽ നല്ല ആഹാരം കഴിക്കാമായിരിക്കും, നല്ല വസ്ത്രം ധരിക്കാമായിരിക്കും, നല്ല കാറിൽ സഞ്ചരിക്കാമായിരിക്കും, നല്ല വീട്ടിൽ താമസിക്കാമായിരിക്കും. ഇതൊക്കെ നമുക്ക് ഭൗമികമായിട്ടുള്ള എല്ലാം കിട്ടും. എന്നാൽ ഭൗമിക ധനം കൊണ്ട് ലോകത്തിലെ കാര്യങ്ങളെല്ലാം അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെ നേടാൻ സാധിക്കുമെങ്കിൽ സ്വർഗീയ ധനം കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഏറ്റവും അത്യുന്നതമായിരിക്കുന്ന ഉയർച്ചയിലേക്ക് നമ്മെ എത്തിക്കുന്നത് കർത്താവിൻ്റെ മധ്യാകാശവരവെങ്കിൽ, കാഹളത്തിൻ്റെ ശബ്ദത്തെങ്കിൽ ജീവനോടിരുന്നാൽ നാം രൂപാന്തരപ്പെടുന്നതും, അതല്ല മരിക്കുകയാണെങ്കിൽ പുനരുത്ഥാനം പ്രാപിക്കുന്നതുമാണ്. അതിശ്രേഷ്ഠകരമായിരിക്കുന്ന പദവി അത് പ്രാപിച്ചെടുക്കുവാനാണ് നമ്മൾ ആഗ്രഹിച്ച് നാം ജീവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അത് അത്രമാത്രം ഒരു ഉന്നതമായ പദവി ആയതുകൊണ്ട് നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നും സാധ്യമല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടേ കഴിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം മഹത്വമേറിയ പദവിയിലേക്ക് കുഞ്ഞാടിനോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കാൻ വേണ്ടിയുള്ള പദവി എന്ന് പറയുമ്പോൾ അതിൻ്റെ വില എത്രയാണെന്ന് നമുക്കത് ഗ്രഹിച്ചെടുക്കാൻ കഴിയത്തില്ല. പക്ഷേ നമ്മൾ എത്രമാത്രം താഴാമോ ദൈവം നമ്മളെ അത്രമാത്രം ഉയർത്തും. ദൈവത്തിന് വചനത്തിൽ പറഞ്ഞു, നിങ്ങൾ അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ എന്നാൽ അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തും. ഉയർത്തണമെങ്കിൽ താഴ്ത്തപ്പെടണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൈക്കീഴിൽ, കരത്തിൻ്റെ കീഴിൽ നാം താണിരിക്കാമെങ്കിൽ മാത്രമേ ഉയർത്തപ്പെടുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ലോകം അഹങ്കരിച്ചു പോകുമ്പോൾ, ആത്മീയഗോളത്തിൽ നിഗളം വരുമ്പോൾ, ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ ഒന്ന് കണ്ടുകൊണ്ടും നെഗളിക്കരുത്. ഒരു കാര്യം കണ്ടും നെഗളിക്കരുത്. ആരോഗ്യം കണ്ടോ, സമ്പത്ത് കണ്ടോ, ആത്മീയതയുടെ കൃപാവരങ്ങൾ കണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമുക്കിവിടെ ഒന്നും അഹങ്കരിക്കാനില്ല. എല്ലാം ദൈവം തന്ന ദാനമാണെന്ന് കണ്ടുകൊണ്ട് നാം അഹങ്കരിക്കുകയല്ല, നാം സ്തോത്രത്തിൽ കവിയുകയാണ് ചെയ്യേണ്ടത്. രാത്രി ഞാൻ ഒരു മർമ്മം പറയാം. നാം എത്രമാത്രം അനുഗ്രഹിക്കപ്പെടുന്നുവോ അത്രമാത്രം ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കണം, ദൈവത്തിന് മഹത്വം കരയറ്റണം. ദൈവമേ, അങ്ങാണ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു കാര്യത്തിൽ നാം അഹങ്കരിക്കുകയല്ല ചെയ്യേണ്ടത്. നാം വിലപിച്ചു പോകുക, എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതുകൊണ്ട് നിരാശപ്പെട്ടു പോവുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് നിരാശയല്ല, ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട്. രാത്രി ദൈവമാവ് എന്നോട് ഞങ്ങളോട് സംസാരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി കിട്ടൊക്കെ കാണത്തില്ലായിരിക്കാം, പക്ഷെ വാഗ്ദത്തം ഉറങ്ങിപ്പോകത്തില്ല, അതെപ്പോഴും ഉണർന്നിരിക്കും. ദൈവം പറഞ്ഞ വചനങ്ങൾ അത് നിവൃത്തിയാകും. അത് എപ്പോഴാണ് നമുക്കറിയത്തില്ല. അത് നിരാശപ്പെട്ടു പോകാതെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ദൈവത്തിന് സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പാൻ രാത്രി ദൈവാത്മാവ് ഓർപ്പിക്കുക. അഹങ്കരിച്ചു പോവുകയോ നിരാശപ്പെട്ടു പോവുകയോ അല്ല ചെയ്യേണ്ടത്. നാം എപ്പോഴും പരിശുദ്ധാത്മാവിൽ സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പാൻ രാത്രിയിലും ദൈവാത്മാവ് നമ്മെ നാം സ്തോത്രം പറഞ്ഞ് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് സന്തോഷിച്ച്, ഒരുപക്ഷെ നമ്മൾ രോഗിയായിരിക്കാം, പ്രയാസമായിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം, ആ സമയത്തും ശ്വാസം വലിച്ച് വിടുവാൻ ബുദ്ധിമുട്ടുള്ള സമയത്തും ഒരു സ്തോത്രം പറഞ്ഞാൽ അത് വിടുതലായി വ്യാപരിക്കും. അന്നേരവും യേശുവിനെ ഓർക്കുവാൻ കഴിയുമെങ്കിൽ രാത്രി ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുക, നമ്മുടെ കഷ്ടതയുടെ നടുവിലും യേശുവിനെ മഹത്വപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി വലിയൊരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉയർച്ചകളിലും താഴ്ചകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവൻ ജീവിച്ചിരിക്കട്ടെ. അതിനായിരിക്കണം നമ്മുടെ ജീവിതം എന്നുള്ളതും രാത്രി ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാ വിഷയത്തെക്കുറിച്ച് ദൈവസഭയുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് 2 സ്നാനമാണ് നമ്മൾ ഏൽക്കാനുള്ളത്. അത് നമ്മൾ ഏറ്റവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസ ജലസ്നാനം ഏറ്റവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുമ്പോൾ യേശു ക്രിസ്തു കൽപ്പിച്ച വിശ്വാസ ജലസ്നാനം ഏറ്റിട്ടില്ലെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട്, എന്ന് പറഞ്ഞാൽ പാപങ്ങളെക്കുറിച്ച് ഏറ്റുപറഞ്ഞ് യേശുവിനോട് ഏറ്റുപറയണം. എന്നാൽ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചപ്പോൾ ഉള്ള മാനസാന്തര സ്നാനത്തിൽ ആരോട് പാപം ഏറ്റുപറയണമെന്ന് വ്യവസ്ഥയില്ലായിരുന്നു. കാരണം യേശു യാഗമായി തീർന്നിരുന്നില്ല. അവർ യഹോവയോട് അല്ലെങ്കിൽ ആ സമയത്തുള്ള മാനസാന്തര സ്നാനം പറഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ
നാം മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസാന്തരത്തിൻ്റെ പ്രഥമമായ കാര്യം പാപിയായ മനുഷ്യനെ അവനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ലോകത്തിൻ്റെ മതസംഹിതകൾക്കല്ല, ന്യായപ്രമാണത്തിനല്ല, യേശു ക്രിസ്തുവിൻ്റെ യാഗം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ആണ് നാം ആശ്രയിക്കുന്നത്. ഒരു മനുഷ്യൻ പാപിയായി ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ കണ്ണിക്കൂടി ജലധാര ഒഴുകും എന്ന് പറഞ്ഞാൽ മാനസാന്തരമുണ്ടാകുമ്പോൾ ഹൃദയം തകരും. ദൈവമേ, ഞാൻ കഠിനഭാവിയാണല്ലോ, എൻ്റെ പാപം എന്ന് പറയുമ്പോൾ ഹൃദയം തകരുന്ന അവസ്ഥയിൽ ദൈവം സമീപസ്ഥനായി വരികയും കുഞ്ഞാടിനെ ദർശിപ്പാൻ യാഗമാറ്റുന്ന യേശുവിനെ കാണുവാനും അവനിൽ വിശ്വസിക്കുന്നത് മുഖാന്തരമാണ് നാം മാനസാന്തരപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷമായിട്ടാണ് ജലത്തിൽ നാം എന്ത് ചെയ്യുന്നത്? യേശു ക്രിസ്തുവിനോട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന സ്നാനം നിഴലായി ചെയ്യുന്നത്. അപ്പോൾ ഒരു മനുഷ്യനിൽ മാനസാന്തരം വന്നു കഴിയുമ്പോൾ, പാപത്തെക്കുറിച്ചുള്ള മാനസാന്തരം വരുമ്പോൾ, പാവിയാണെന്ന് മനസ്സിലാകുമ്പോൾ പാപത്തിന് മോചനം നൽകുന്ന ഒരുവനേ ഉള്ളൂ, അത് യാഗമായി തീർന്ന യേശു ക്രിസ്തുവിലാണ് നാം വിശ്വസിക്കുന്നത്. അവൻ്റെ രക്തം കൊണ്ടുള്ള ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങളവരെ രക്ഷിക്കപ്പെടുകയും അവർ അന്ന് പാപത്തിന് മരിച്ചതുകൊണ്ട് അവരെ വെള്ളത്തിൽ അടക്കം ചെയ്ത് അവർ ഉയർത്തെഴുന്നേറ്റ് പുതിയൊരു ജീവിതം നയിക്കുന്നതിനെയാണ് സ്നാനം കാണിക്കുന്നത്. അതാണ് ദൈവസഭ ചെയ്യുന്നത്. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നത്. അത് വിശ്വാസ സ്നാനമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ അപ്പോൾ തന്നെ അഭിഷേകം പ്രാപിക്കത്തില്ല. ചിലർക്ക് ലഭിച്ചിരിക്കുന്നു, ചിലർക്ക് സ്നാനത്തിന് മുമ്പ് അഭിഷേകം ലഭിച്ചിരിക്കും. പക്ഷേ അഭിഷേകം ലഭിച്ചാൽ അവർ ആരും തന്നെ ജലസ്നാനം ഏൽക്കാതെ ഇരുന്നിട്ടില്ല. അങ്ങനെയുള്ള ജലസ്നാനം ഏറ്റിരിക്കണം. അതിനുശേഷമായി നാം കാത്തിരുന്ന് പ്രാപിക്കേണ്ടതാണ് പരിശുദ്ധാത്മാഭിഷേകം. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ, കർത്താവേ, എന്നെ ഇങ്ങനെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഒരുവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകുമെന്ന്. നാം പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് ഹൃദയങ്ങളെ കാണുന്ന കർത്താവിന്റെ സന്നിധി നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കാൻ കഴിയും. അത് ദൈവം തരുന്ന സ്നാനമാണ്. അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. അന്യഭാഷ അടയാളത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടാകുന്നത്. കാരണം ദൈവത്തോട് സംസാരിക്കുവാൻ വേണ്ടി നാം നമ്മുടെ ഹൃദയത്തെ തുറക്കുന്ന, നമ്മുടെ ആഴത്തെ തുറന്ന് ദൈവത്തോട് സംസാരിക്കുന്നതാണ് പരിശുദ്ധാത്മാഭിഷേകം. അത് അന്യഭാഷ അടയാളത്തോടു കൂടിയായിരിക്കും എന്നുള്ളതും ഇന്ന് രാത്രിയിൽ മറന്നു കളയരുത്. ഇതുവരെ അന്യഭാഷ അടയാളത്തോടു കൂടിയ പരിശുദ്ധാത്മാസ്നാനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ലഭിച്ചിട്ടില്ല എങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, അങ്ങാണ് അഭിഷേകം നിറയ്ക്കുന്നത്. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമ്മുടെ മേൽ പരിശുദ്ധാത്മാഭിഷേകം നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അത് ദൈവം നൽകും. ഈ രണ്ട് സ്നാനമാണ് ദൈവസഭയുടെ ബന്ധത്തിൽ നമുക്ക് ഏൽക്കാനുള്ളത്. അപ്പോൾ അത് കർത്താവിൻ്റെ സഭ പരിശുദ്ധാത്മാവിനാൽ എന്ന ബന്ധുക്രിസ്തു നാളിൽ സ്ഥാപിതമായി എന്നാണോ അത് തീരുന്നത്, അത് ലോകാവസാനത്തിൽ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാൾ വരെ ആണ് ദൈവസഭയുടെ സമയമുള്ളത്. അതുകൊണ്ടാണ് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് സ്നാനത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞ് അവസാനിപ്പിച്ച ദൈവസഭയുടെ ശേഷിപ്പ് ഇവിടെ ഭൂമിയിലുണ്ടായിരിക്കും. ഈ സംശയം മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സംശയം ഒന്നുകൂടി വ്യക്തമാക്കി മുമ്പോട്ട് പോകുന്നത് ഇടയ്ക്കൊക്കെ ഒന്ന് ഓർപ്പിച്ചില്ലെങ്കിൽ ഇനിയും നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർപ്പിക്കുന്നത്. അപ്പോൾ അതിൽ വ്യക്തത വന്നതുകൊണ്ട് ഇതല്ലാതെ മറ്റൊരു സ്നാനം ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവസഭയുടെ ബന്ധത്തിൽ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം, പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുമെന്ന് പറഞ്ഞു. അവരോട് ആരോടും തന്നെ അഗ്നിസ്നാനത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവ് ചോദിച്ചു, ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഏൽക്കുമെന്ന് പറഞ്ഞു. അത് കഷ്ടതയാകുന്ന സ്നാനമാണ്. അത് യേശു ക്രിസ്തു വരുന്ന കഷ്ടതയായ സ്നാനമാണ്. കർത്താവിൻ്റെ ഭാഗത്ത് വരുന്ന എല്ലാവരും ഈ കഷ്ടതയിലൂടെ കടന്നുപോയേ മതിയാകുള്ളൂ. അത് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാൽ അത് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. വിശ്വാസം വരുന്ന എല്ലാവർക്കും കർത്താവ് കടന്നുപോയ കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോകണം. അങ്ങനെ അത് പ്രത്യേകമായിട്ടുള്ളൊരു അഭിഷേകമായിട്ടല്ല വരുന്നത്. രക്ഷിക്കപ്പെടുന്ന, സ്നാനപ്പെടുന്ന, പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്ന എല്ലാവരും ഏതെങ്കിലും വിധത്തിലുള്ള കഷ്ടതയിലൂടെയാണ് തികവിലേക്ക് എത്തിച്ചേരുന്നത്. അത് കർത്താവ് ചോദിച്ചതാണ്, ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഏൽക്കും. കർത്താവ് നിങ്ങൾ നിശ്ചയമായിട്ട് ഏൽക്കുമെന്ന് പറഞ്ഞു. വളരെ കഷ്ടതയിലൂടെയാണ് അവരൊക്കെ രക്തസാക്ഷിത്വം വരിച്ചു പോയത്. അപ്പോൾ അത് സഭയ്ക്കുള്ളതാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അഗ്നിസ്നാനം എന്നുള്ളത് പരിശുദ്ധാത്മാവിനാലും തീയിനാലും സ്നാനം കഴിപ്പിക്കുന്നത് യഹൂദന്മാരുടെ ബന്ധത്തിൽ പറഞ്ഞപ്പോൾ, യഹൂദന്മാരുടെ ബന്ധത്തിൽ മാനസാന്ത സ്നാനം അവരേറ്റു. അത് ഒരു കർത്താവിന് വേണ്ടി അന്ന്
അവർ മാറി നിന്നിരുന്നു. അവരിൽ യേശു വിശ്വസിച്ച വിശ്വാസജ്ഞാനമേറ്റു, ദൈവസഭയോട് ചേർന്ന് നിന്നു. അതുപോലെ തന്നെ അവരിൽ 144 ബന്ധത്തിൽ ഇവനോട് ഇരിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്നതാണ് അഗ്നിസ്നാനം. അഗ്നിസ്നാനത്തോടുള്ള ബന്ധത്തിൽ അത് സെക്രട്ടേറിയറ്റ് പ്രവചനം 10-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ നിന്ന് ദീർഘ സമയത്ത് രക്തസാക്ഷിത്വം ഭരിക്കാനുള്ള ബന്ധത്തിലാണ് സെക്രട്ടേറിയറ്റ് പറഞ്ഞിരിക്കുന്ന ഭാഗം നിവർത്തിയിരിക്കപ്പെടുന്നത്. സെക്രട്ടേറിയറ്റ് 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്നാനം പ്രകാരം ഇത് പിന്മഴയുടെ കാലത്ത് യഹോവയ്ക്കോട് പിന്മഴയ്ക്ക് വേണ്ടി അപേക്ഷിപ്പീൻ. ഈ കാലം ഏതാകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി വായിച്ചാൽ കർത്താവ് 2-ാമത്തെ വരവിനുള്ള ബന്ധത്തിലുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കാലമാണ് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്തുള്ള ബന്ധത്തിൽ നിവർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ 7-ാമത്തെ മുദ്ര പൊട്ടിക്കപ്പെടുന്ന സമയത്ത് മൗനത ഉണ്ടാകുന്നു. അതിൽ ഇവരെ മുദ്ര വെച്ച് മാറ്റി നിർത്തുന്നു. ജീവനോടിരിക്കുന്നവർ, രക്തസാക്ഷ്യമുള്ളവരെ ഇസ്രായേൽ ഗോത്രം 144 ശേഷിക്കുന്നവരെ മുദ്രയിടുന്നു. അതിന് മുമ്പ് രക്തസാക്ഷിതമായ യാഗപീഠത്തിന് കീഴിലുള്ളവർക്ക് വെള്ളനിലയം കൊടുത്ത് അവരെ അംഗീകരിക്കുകയും അതിനുശേഷം ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നവരെ അവരെ മുദ്രയിടുകയും ചെയ്യുന്നു. ആ സമയത്ത് ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്ന സുവിശേഷത്തിൻ്റെ രക്തസാക്ഷിയാകാനുള്ളവരെ അവരെ പ്രാർത്ഥനയാൽ അവരെ ദൈവം എന്ത് ചെയ്യുന്നു, ശക്തീകരിക്കാൻ വേണ്ടി അവരുടെ മേൽ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് 8-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്നു, യാഗപീഠത്തിനരികെ നിന്നു സിംഹാസനം മുമ്പുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർക്കം അവന് കൊടുത്തു. ഇവിടെ സകല വിശുദ്ധന്മാരുടെയും എന്ന് പറഞ്ഞാൽ ഭൂമി ശേഷിച്ചിരിക്കുന്ന സകല വിശുദ്ധന്മാരും അത് പ്രാർത്ഥിക്കുവാൻ, അത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എല്ലാ വിശുദ്ധന്മാർക്കും വേണ്ടിയുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തുറന്നു പറയാൻ ധൂപവർക്കത്തിൻ്റെ പുക വിശുദ്ധമാരുടെ പ്രാർത്ഥനയോടുകൂടി ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. അപ്പോൾ ഇവിടെ 2 കൂട്ടരെ ഉണ്ടെന്നുള്ളതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപം. അപ്പം ജീവനോട് ശേഷിച്ചിരിക്കുന്ന രക്തസാക്ഷികളാകാൻ ഉള്ളവരുടെ മേൽ പ്രത്യേകമായിരിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തി ദൈവം കൊടുത്ത് സഭയോട് ശേഷിപ്പുള്ള അവരെ ശക്തീകരിക്കുമ്പോൾ, കാരണം അവരുടെ മേൽ അവരെ പ്രത്യേകിച്ച് ഇനി മുദ്ര ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പരിശുദ്ധമാവിൻ്റെ ആ നനവിൻ്റെ കാലഘട്ടത്തിൽ അവർ ജീവിക്കുന്നുകൊണ്ടാണ് അവർക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു മുദ്രയില്ലാത്തത്. എന്നാൽ പരിശുദ്ധമാവിൻ്റെ മുദ്രയേൽക്കാത്തവരും യേശുവിനെ അംഗീകരിക്കാത്തമായിരിക്കുന്ന ഇസ്രായേലിനെ മുദ്രയിടേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് അവരെ അഗ്നി സ്നാനം കൊണ്ട് അവരെ സ്നാനപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള രക്തസാക്ഷിയാനുള്ള ശേഷിയുമുള്ള എല്ലാവരും പ്രാർത്ഥനയോട് ശക്തിക്കാൻ വേണ്ടി അവരെ ബലപ്പെടുത്തുകയും വളരെ ധൂപവർക്കം കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ അവരുടെ പ്രാർത്ഥനയിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് 24 മൂപ്പന്മാരിലൂടെയാണ് അവരുടെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ പ്രാർത്ഥന 24 മൂപ്പന്മാരുടെ അല്ല സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്, അത് ദൂതൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം പഠിക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർക്ക് നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാണ്ടും ഭാഗം വീണു. അപ്പോൾ സ്വർഗാസുഖത്തിൽ എത്തിക്കഴിയുമ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, ഭൂമിയിലുള്ള വിശുദ്ധന്മാരുടെ പ്രാർത്ഥന അതുവരെയും സ്വർഗാസുഖത്തിൽ എത്തിക്കൊണ്ടിരുന്നത് കുഞ്ഞാടിലൂടെയായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ കൃപയാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മുഴുവനും കുഞ്ഞാടിനാൽ ആണ് സ്വർഗാസുഖത്തിൽ പിതാവിൻ സന്നിധിയിലേക്ക് എത്തുന്നതെങ്കിൽ ഈ കുഞ്ഞാടിനോട് ചേരാനുള്ള ദൈവസഭ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് 24 മൂപ്പന്മാരിലൂടെയാണ്. അപ്പോൾ കുഞ്ഞാടിൻ്റെ ശുശ്രൂഷയോടുകൂടി ദൈവസഭ ചേരുന്നു എന്നുള്ളതാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യഹൂദന്മാരുടെ ഈ പിന്മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് 24 മൂപ്പന്മാരിലൂടെ അല്ല പ്രവേശിക്കപ്പെടുന്നത്, അത് ദൂതൻ്റെ കയ്യിലൂടെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. അപ്പോൾ എന്നാൽ ഇവിടെ സകല വിശുദ്ധന്മാർക്കും വേണ്ടിയാണ് പ്രാർത്ഥനയുടെ ശക്തി വരുന്നെങ്കിലും എല്ലാ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന ദൂതൻ്റെ കയ്യിലൂടെയല്ല പോകുന്നത്. അതുകൊണ്ടാണ് സകല വിശുദ്ധന്മാരെന്ന് ചേർക്കാത്തത്. 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, വളരെ വ്യക്തമായി വായിക്കുമ്പോൾ, സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന ചേർക്കേണ്ടതിന് വേണ്ടി വളരെ ധൂപം കൊടുത്തു. അതിൻ്റെ അകത്ത് ദൈവസഭയും ഇസ്രായേൽ എല്ലാവരും ഉൾപ്പെടുകയാണ് അതിനകത്ത്. എന്നാൽ 4-ാം വാക്യം വായിക്കുമ്പോൾ ധൂപവർക്കത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. അപ്പോൾ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറുന്ന പ്രാർത്ഥന അത് ഇസ്രായേലിൻ്റെ പിന്മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ 8-ാം അധ്യായം 4-ാം വാക്യം എന്ന് രാത്രിയിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം.
സെക്രിയ പ്രവചനം 10-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പിന്മഴയുടെ കാലത്ത് പിന്മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുവേൻ, മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുവേൻ മിന്നൽ ഉണ്ടാക്കുന്നല്ലോ. അപ്പോൾ എന്നാണ് സെക്രിയാവ് പ്രവചിച്ചിരിക്കുന്ന യെശയ്യായിലുള്ള പ്രാർത്ഥന പിന്മഴയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് നിവൃത്തിയാകുന്നത് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന ആ മൗനതയുടെ കാലത്തിലാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. കാരണം അവർ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ ശക്തീകരിക്കണമേ, പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഞങ്ങൾ നിന്റെ നാമത്തോട് നിൽക്കുമ്പോൾ. അവർ പ്രാർത്ഥിക്കുകയാണ്, മനം നൊന്ത് പ്രാർത്ഥിക്കുക. ഇന്നും ഈ കാലഘട്ടത്തിലും പിടിച്ചു നിൽക്കാൻ കഴിവില്ലാതെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ കൃപയുടെ ശക്തിയാ എന്നെ നിറയ്ക്കണമേ. കൃപയുടെ നമ്മുടെ കർത്താവ് പറഞ്ഞത്, നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരും. പൗലോസ് പറഞ്ഞു, നിനക്ക് എൻ്റെ ശക്തി മതി, നിനക്ക് എൻ്റെ കൃപ മതി, ബലഹീനതയിൽ എൻ്റെ ശക്തി നിന്റെ മേൽ തികഞ്ഞു വരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ബലഹീനരായിത്തീരുമ്പോൾ, അശക്തരായിത്തീരുമ്പോൾ, കഴിവില്ലാതെ വരുമ്പോൾ, ആ സമയത്ത് മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി ദൈവത്തോടുള്ള കർത്താവെ, പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, നിന്റെ കൃപയുടെ ആത്മാവിനാൽ എൻ്റെ ഈ ബലഹീനതയിൽ ശക്തി പകരണമേ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കും. ഇന്ന് ഈ രാത്രിയിലും ആരെല്ലാം ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അതേ കർത്താവെ, എനിക്കത് സഹിക്കാനുള്ള കഴിവില്ല, എനിക്കത് വഹിക്കാനുള്ള കഴിവില്ല, എന്നാൽ സകലത്തെ വഹിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന അങ്ങയുടെ വചനത്തിലൂടെ വ്യാപരിക്കുന്ന വിടുതൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ആശ്വാസത്തിനായി തന്നിട്ടുണ്ടല്ലോ. രാത്രി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. നാം അയ്യം വിളിച്ച് നടക്കേണ്ടവരല്ല, നാം ഭാരപ്പെട്ട് നടക്കേണ്ടവരല്ല. രാത്രി ഉയരത്തിലേക്ക് നോക്കി പറഞ്ഞാൽ മതി, അതേ കർത്താവേ, ഞാൻ ശക്തിഹീനനാണ്, ബലഹീനനാണ്, എന്നെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആ ശക്തി എൻ്റെ മേൽ ധാരാളമായി പകരണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിഷയത്തെയും പരിഹരിക്കുന്ന ദൈവശക്തിയുടെ നിറവ് നമ്മുടെ മേൽ വരുവാനിടയാത്തരും. ഇന്ന് ഈ സന്ദേശം പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ബലഹീനതീരുമ്പോൾ നാം വല്ലാതെ വിലപിക്ക് ഭാരപ്പെട്ട് എന്ത് ചെയ്യാനറിയാതെ നിരാശപ്പെട്ടു പോകാറുണ്ട്. നമ്മളിതെല്ലാം മറന്നു പോകും. എന്നാൽ ഇന്ന് രാത്രി നമ്മെ ഓർപ്പിക്കുകയാണ്, കർത്താവ് പൗലോസ് പറഞ്ഞത്, പൗലോസേ, നിനക്ക് എൻ്റെ കൃപ മതി. നീ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചതാ, ഇത് വരരുതെന്നൊക്കെ ചിന്തിച്ചതാ, ഇങ്ങനെ പ്രശ്നം വരരുതെന്നൊക്കെ നീ ആഗ്രഹിക്കുന്നതാ. പക്ഷേ ഞാനത് നിന്നൊന്നും മാറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഇടയ്ക്കിടയ്ക്ക് നിനക്കിത് തന്നിട്ടില്ലെങ്കിൽ നീ എന്നെ വിട്ടുപോകും കുഞ്ഞെ. അതുകൊണ്ടാണ് കഥ പറഞ്ഞത്, നിന്നെ കുത്തേണ്ടതിന് ഇടയ്ക്കിടയ്ക്ക്. അതെ, നമ്മൾ എത്രമാത്രം വളരാൻ ആഗ്രഹിക്കുന്നുവോ, ഉയരാൻ ആഗ്രഹിക്കുന്നുവോ, ആ സമയത്തെല്ലാം നമ്മൾ അഹങ്കരിച്ചു പോകുമോ എന്ന് കാണുമ്പോൾ ദൈവം നമുക്ക് ചില വേദന ഇട്ട് തരും. അതിനെയാണ് വിശ്വാസത്തിന്റെ കഷ്ടത എന്ന് പറയുന്നത്. യോബ് തൻ്റെ മക്കൾ അവർ വഴിതെറ്റിപ്പോകുമോ എന്ന് കണ്ടുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് അവർക്ക് വേണ്ടി എന്ത് ചെയ്യുമായിരുന്നു? യാഗം കഴിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെ പണിതെടുക്കാൻ വേണ്ടി ഏതെങ്കിലും വിധത്തിൽ ഞാൻ എന്തെങ്കിലും അഹങ്കരിച്ചു പോയാൽ, അതേ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അഹങ്കരിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. പിശാച് അഹങ്കാരത്തെ ശക്തി കൂടി ഉണ്ട്. അപ്പോൾ അഹങ്കരിച്ചു പോകാം എന്നുള്ള വേളകൾ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വേദന ഇട്ട് തരും. കഴിഞ്ഞ ദിവസങ്ങളിലെ വേദനകൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു, ദൈവത്തോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയായിരുന്നു. ദൈവം നമ്മളെ ശിക്ഷിച്ചത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ സാധിക്കും, ഞാൻ ആ രോഗത്തിലൂടെ കടന്നു പോയതുകൊണ്ട്, ഞാൻ ആ കഷ്ടത്തിലൂടെ കടന്നു പോയതുകൊണ്ട്, ഞാൻ ആ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയതുകൊണ്ട് എനിക്കെൻ്റെ ദൈവത്തോട് ഏറെ അടുത്തിരിപ്പാനായിട്ട് സാധിച്ചു. ചില കാര്യങ്ങൾ സാധിക്കാതെ പോയത്, നടക്കാതെ പോയത്, അല്ലെങ്കിൽ മാറിപ്പോയത്, അത് നാം ആഗ്രഹിച്ചത് ഇതാ വന്നപ്പോൾ നാം തകർന്നു പോയത്, ദൈവത്തോട് നെഞ്ചത്തടിച്ച് പറഞ്ഞില്ലേ, എന്നെ ഉപേക്ഷിക്കരുതേ എന്ന്, എന്നെ കൈവിടരുതേ എന്ന്, ഞാൻ അപമാന വിഷയമായി തീരരുതെന്ന്, പരസ്യക്കോലമായി തീരരുതെന്ന് പ്രാർത്ഥിച്ചില്ലേ? ദൈവത്തോട് അടുത്തെന്നതുകൊണ്ടല്ലേ ഇന്ന് രാത്രിയിലും ഈ സന്ദേശം കേൾക്കുവാൻ ഇവിടെ ഇരിക്കുന്നത്. അതല്ലെങ്കിൽ നാമും വഴിതെറ്റിപ്പോകാം. ഒന്നെങ്കിൽ നിരാശയുടെ പടുകുഴിയിൽ വീണു പോകാമായിരുന്നു, അതല്ലെങ്കിൽ അഹങ്കരിച്ച് നാം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകാമായിരുന്നു. ഇത് രണ്ടിനും ഇട കൊടുക്കാതെ ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തെ പ്രാവശ്യം തന്നെ ലഭിക്കണമെന്നില്ല, എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നൽകുന്നുണ്ട്. പൗലോസേ, നീ ഇത് മൂന്ന് പ്രാവശ്യം അപേക്ഷിച്ചു, ദൈവം പറഞ്ഞു മാറ്റത്തില്ല, ഇത് വേണം നിനക്ക്, കാരണം എനിക്ക് നിന്നെ
അവിടെ ഞാൻ കണ്ടിരിക്കുന്നതാ. ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ ഒരു അടിസ്ഥാന കല്ലിന്മേൽ എഴുതപ്പെട്ടവനാണ് പൗലോസ്. അത് മതിലിന്മേൽ അപ്പോസ്തലന്മാരുടെ 12 പേരുടെ പേരുകളുണ്ടെങ്കിൽ ജാതിയുടെ അപ്പോസ്തലന്മാരിൽ ഒന്നാമനായിരിക്കുന്ന പൗലോസിൻ്റെ പേര് ദൈവം ആ നഗരത്തിൻ്റെ അടിസ്ഥാന ശിലകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അവനെ ദൈവത്തിന് വേണം. അതുകൊണ്ടാണ് അവന് കഷ്ടതയിട്ടുകൊണ്ട്. നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് എത്ര കഷ്ടതയെന്ന്. നമ്മളെ കണ്ടതുകൊണ്ട്, സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഇതിനകത്ത് എത്ര പേർക്ക് പറയാൻ കഴിയും, അത് ദൈവം എന്നെ സ്നേഹിച്ചുകൊണ്ടുള്ള കഷ്ടതകൾ എൻ്റെ നന്മയ്ക്കായി തീർന്നു. ഞാൻ കഷ്ടതയിലായത് നിൻ്റെ ചട്ടങ്ങളെ പഠിപ്പാൻ എനിക്ക് അത് ഗുണകരമായി തീർന്നു എന്ന് പറഞ്ഞതുപോലെ, അത് വിശ്വാസത്തിൽ വന്നിട്ട് എന്തിനാ ഇത്ര കഷ്ടത? നമ്മളെല്ലാം കഷ്ടത മാറാൻ വേണ്ടി, സന്തോഷിക്കാൻ വേണ്ടിയല്ല വന്നത്, പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയല്ല വന്നത്. ആ പ്രശ്നങ്ങളൊക്കെ ദൈവം മാറ്റിമുട്ടോ, ഒരു വിഷയം ഉണ്ടാകത്തില്ല. ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അത് തളർത്തി കളയത്തില്ല, ഇല്ലാതാക്കി കളയത്തില്ല. നാം പൊന്നുപോലെ വെളിയിൽ വരും. രാത്രിയിൽ പൊന്നുപോലെ വെളിയിൽ വരുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവാത്മാവ് നമ്മെ നടത്തിക്കൊണ്ടുവന്ന എല്ലാ ദൈവത്തിൻ്റെ പ്രവർത്തികൾക്കായി സ്തോത്രം ചെയ്യാം. കൂടുതൽ പ്രാർത്ഥിച്ചില്ലേ? കൂടുതൽ ഉപവസിച്ചില്ലേ? 24 മണിക്കൂർ ഉപവസിച്ചില്ലേ? എന്തുകൊണ്ടാ നമുക്കത് ചെയ്യേണ്ടി വന്നത്? നാം അധികം കഷ്ടതയിലൂടെ കടന്നു പോയത് കൊണ്ടാണ്. അധികം കഷ്ടതയിലൂടെ കടന്നു പോയപ്പോൾ അധികം നാം ദൈവത്തോട് അടുത്തത് ഇന്ന് രാത്രി പറയണം, അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായിരുന്നു, അതെൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയായിരുന്നു, അതെൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ വശം നമ്മെ പഠിപ്പിക്കുക. ദിവസം നമുക്ക് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിക്കായി വ്യാപരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. അത് കർത്താവ് നമ്മെ ബലപ്പെടുത്തി ശക്തിയായിരിക്കും. പരിശുദ്ധാത്മാവിനെ നമ്മളെ ശക്തിയായിരിക്കും. എന്നാൽ അഗ്നിസ്നാനം എന്നുള്ളത് കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ദൈവസഭയുടെ മേൽ പകരപ്പെടുന്നതല്ല. അത് അപേക്ഷിക്കേണ്ടത് യഹൂദനാണ്. അവൻ അപേക്ഷിക്കുന്നത് കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് അവൻ അപേക്ഷിക്കും. പിന്മയുടെ കാലത്ത് അവൻ അപേക്ഷിക്കുന്ന അപേക്ഷയാണ് യഹൂദൻ്റെ കൈവശം സ്വർഗാസുഖത്തിലേക്ക് പ്രവേശിക്കുന്നത്. ധൂപുറക്കത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ, അവിടെ സകല വിശുദ്ധന്മാരുടെ എഴുതാത്തത് ഈ മിന്നൽ ഈ പിന്മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ യഹൂദൻ മാത്രമേ ഉള്ളൂ. എന്നാൽ സകല വിശുദ്ധന്മാരെയും പ്രാർത്ഥന ശക്തീകരിച്ചു. അത് ധൂപപീഠത്തിൻ്റെ യാഗപീഠത്തിലെ ശക്തി കൊണ്ടാണ്. എന്നാൽ എല്ലാ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയല്ല ചെല്ലുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാർത്ഥന ഈ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ധൂപവർക്കത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ദൂത കയറി തന്ന് ദൈവത്തിലേക്ക് കയറി. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇസ്രായേലും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിലാണ് ഇസ്രായേൽ പ്രാർത്ഥിക്കുന്നത് അല്ല. എന്നാൽ എല്ലാ ദൈവം ഒരുവനല്ലേ? ഒരുവൻ തന്നെയാണ്. അവരൊന്നും പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തില. പിതാവിനോട് പരിശുദ്ധമാവിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവർക്ക് യേശുവിൻ്റെ നാമം അറിയത്തില്ല, പരിശുദ്ധമാവും അറിയത്തില്ല. അപ്പം എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അവർക്കത് മനസ്സിലായിട്ടില്ല. അവർ യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ്റെ പ്രാർത്ഥന അതാണ്. അവൻ പ്രാർത്ഥിക്കുന്ന അങ്ങനെ പ്രാർത്ഥിക്കുകയുള്ളൂ. എന്നാൽ ആ പ്രാർത്ഥനയെ ശക്തീകരിക്കും. ആ സമയത്ത് അന്നേരം അവൻ സഖരാവിൻ്റെ പ്രവചനത്തിൻ്റെ പ്രാർത്ഥിക്കും. പിന്മഴയുടെ കാലത്ത് മനസ്സിലാക്കിക്കൊണ്ട് അവരന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മേൽ നിന്റെ കൃപ പകരണമേ, മഴ പെയ്യണമേ, അഭിഷേകം പകരണമേ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കും. അന്നാണ് പിന്മഴ പെയ്യപ്പെടുന്നത്. എന്നാൽ നമ്മൾ അങ്ങനെയുള്ള പ്രാർത്ഥനയല്ല പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ വശം അന്ന് ദൈവസഭയുടെ ശേഷിപ്പുള്ളവർക്ക് അന്ന് അവർ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നനവിൻ്റെ കാലത്ത് അവർ പ്രാർത്ഥിക്കും. അവർ ഏത് പ്രാർത്ഥനയാണ് കർത്താവ് പുതിയ സമയത്ത് സന്ദർശിക്കുന്നത്, അതേ പ്രാർത്ഥനയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നിൽക്കാനുള്ള ആ സമയത്തിനനുസരിച്ച് പരിജ്ഞാനത്തോടെ അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ ശക്തീകരിച്ച് അവരെ നിർത്തുമ്പോൾ പിന്മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യഹൂദൻ്റെ മേൽ രക്തസാക്ഷിത്വം വഹിക്കാനുള്ള മേൽ പകരപ്പെടുന്നതാണ് പിന്മഴ. അത് അതിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൂതൻ ധൂപകലശം എടുത്തു, യാഗപീഠത്തിലെ കനൽ നിറച്ചു, ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും പുകമുണ്ടായി. അപ്പോൾ ധൂപവർക്കം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ചു. ഇതുവരെ ധൂപപീഠത്തിലെ കനൽ നിറച്ചെന്നല്ല പറഞ്ഞത്, അവിടെ ധൂപവർക്കത്തിൻ്റെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സ്വർണ്ണപീഠത്തിൽ സർവീഷ്ണുമാരെയും പ്രാർത്ഥന ചേർക്കുന്നത് അവൻ വളരെ ധൂപവർക്കം അവന് കൊടുത്തു. അപ്പോൾ അവിടെ ധൂപപീഠത്തിന്മേൽ ഈ പറയുന്ന ധൂപവർക്കം ഇട്ട് അത് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാകുമ്പോൾ യാഗപീഠത്തിലെ കനൽ ധൂപകലശത്തിൽ എടുത്തിട്ട് അത്
ഭൂമിയിലേക്ക് അത് എറിയുന്നതിന് കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും ധാതുവും. ഇപ്പം ഈ യാഗപീഠത്തിലെ കനലിൽ നിറഞ്ഞിരിക്കുന്ന അഗ്നിയാണ് അഭിഷേകമായിട്ട്, തീമഴയായിട്ട്, അഗ്നിമഴയായിട്ട്, അത് അഗ്നി അഭിഷേകമായിട്ട് ഇസ്രായേലാകുന്ന അത്തിമേൽ വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 8-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും പിന്നലും ഭൂകമ്പവും ഉണ്ടായി. ഇത് ഈ യാഗപീഠത്തിലെ കനലിനെ ശുദ്ധീകരിക്കുന്നതാണെന്നുള്ളതിന് നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിത് സംബന്ധമായ കാര്യം യെശയ്യാവിനുള്ള ബന്ധത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് നമുക്കറിയാം. അത് 6-ാം അധ്യായം 1 മുതൽ 8 യോസ്യാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. എന്നിട്ട് പറയണം, അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പോകൊണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താൻ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ വായിക്കുമ്പോൾ ഈ യാഗപീഠത്തിലെ അഗ്നി കൊണ്ട് അവൻ്റെ അധരത്തെ തൊട്ടപ്പോൾ ദൂതൻ പറയുകയാണ്, നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. പക്ഷേ അകൃത്യവും പാപവും പരിഹരിച്ചപ്പോൾ പൂർണ്ണമായിട്ടുള്ള അകൃത്യവും പാപവും പരിഹരിക്കപ്പെടുകയല്ല ചെയ്തത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന അഗ്നിയിലെ ഈ യാഗപീഠത്തിലെ അഗ്നി കൊണ്ട് നമ്മുടെ മേൽ അങ്ങ് പകർന്നാൽ മതിയായിരുന്നു. ഈ പാപവും അകൃത്യവും പരിഹരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അന്ന് യെശയ്യാവിനെ ദൈവത്തിൻ്റെ ദൂതനായി നിർത്താൻ വേണ്ടി അവനെ ഉപയോഗിക്കാൻ വേണ്ടി അത് അശുദ്ധിയുള്ള അധരങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അവൻ തന്നെ പറയുകയാണ്, എനിക്ക് കഷ്ടം, ഇതെല്ലാം പറയുകയാണ്, ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെയൊരു മണ്ഡലത്തിലാണല്ലോ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വല്ലാതെ പറയുകയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിനിടയിൽ വസിക്കുന്നു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ പറയാണ്, എനിക്ക് ശുദ്ധിയില്ല, എൻ്റെ ചുറ്റും താമസിക്കുന്നവർക്കും ശുദ്ധിയില്ല. ശുദ്ധീകരണം നടക്കാത്ത ഇസ്രായേൽ. പ്രിയപ്പെട്ടവരെന്നാൽ രാത്രി നമ്മൾ അങ്ങനെ പറയേണ്ടവരല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്, കുഞ്ഞാടേ, നിന്റെ രക്തത്താൽ നിങ്ങളെ ശുദ്ധീകരിച്ചു, നിന്റെ മക്കളാക്കി നിങ്ങളെ അവകാശികളാക്കി തീർത്തു. അതല്ലേ നമ്മൾ പറയേണ്ടത്. അതെ, ഈ പാവം നിറഞ്ഞ ലോകത്തിൽ ദൈവമക്കൾക്ക് പറയാൻ സാധിക്കുന്നത് ഇതല്ല നമ്മൾ പറയേണ്ടത്. ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിനടുവിൽ വസിക്കുന്നതല്ല നമ്മൾ പറയേണ്ടത്. നമ്മെ ശുദ്ധീകരിച്ച പുണ്യാഗ രക്തത്തിൻ്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് നാം ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. എങ്ങനെയാണ്? കുഞ്ഞാടിൻ്റെ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടു. യാഗപീഠത്തിലെ കനൽ കൊണ്ടുള്ള ശുദ്ധീകരണമല്ല, അത് താൽക്കാലികമായിരുന്നു. എന്നാൽ ഇവിടെ അകൃത്യങ്ങളും പാപങ്ങളും നീക്കി അവനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ്റെ അധരത്തെ തൊട്ട് ശുദ്ധീകരിച്ച് അവനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ ആക്കിക്കഴിഞ്ഞ ശേഷമായി അവൻ പിന്നീട് 7-ാം അധ്യായം നമ്മൾ നോക്കാൻ കാണാൻ സാധിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രവചിച്ചത്. വരാൻ പോകുന്ന മശിയെക്കുറിച്ച്, കന്യകയുടെ മകനായി ജനിക്കുന്ന രക്ഷകനെക്കുറിച്ചും പ്രവചിച്ചു. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള യെശയ്യാവിന് മനസ്സിലായപ്പോൾ അവനെ പ്രവാചകനാക്കി ദൈവം ശുദ്ധീകരിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ പ്രവചിച്ച മുഴുവനും മശിയെക്കുറിച്ചാണ്. നമുക്കതേക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചും അവൻ്റെ മരണത്തെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ, അത് യഥാർത്ഥമായ പാപത്തിന് പരിഹാരം വരുത്തുന്നത് യാഗപീഠത്തിലെ കനൽ കൊണ്ടല്ല, അത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ്, അവൻ കഷ്ടം സഹിക്കുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് 53-ാം അധ്യായം രചിച്ചപ്പോൾ യേശുവിനെ കുറിച്ച് വെളിപ്പെടുത്തി. അതുകൊണ്ട് അന്നത്തെ യാഗപീഠത്തിലെ കനൽ കൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ച യെശയ്യാവിന് അത് പൂർണ്ണമായിരുന്നില്ലെങ്കിൽ ഒരു ചോദ്യം ഇവിടെ ഉയരാം. അങ്ങനെയാണെങ്കിൽ അതേ യാഗപീഠത്തിലെ കനൽ നിറച്ച് ഇസ്രായേലാകുന്ന അത്തിമേൽ എറിഞ്ഞു കഴിയുമ്പോൾ
അവരെ എങ്ങനെയാണ് വീണ്ടെടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാകേണ്ട വസ്തുത ഞാൻ ചുരുക്കമായി പറയാം. മനസ്സിലാകേണ്ട ഒരു വസ്തുത ഇവിടെയുണ്ട്. അന്ന് യെശയ്യാവിൻ്റെ മേൽ പകർന്ന അഗ്നി അല്ല ഇന്ന് അവിടെ വ്യാപരിക്കുന്നത്. 2000 വർഷം മുമ്പ് സ്വർഗാസുർഗത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. കുഞ്ഞാടാം യേശുക്രിസ്തുവിൻ്റെ യാഗത്തിന് ശേഷമായി ആ ജീവന്റെ സൗരഭ്യവാസന സ്വർഗാസുർഗത്തിലെ ധൂപപീഠത്തിലും അതുപോലെ യാഗപീഠത്തിലും അവൻ കടന്നുപോയ എല്ലാ സ്ഥലങ്ങളിലും വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് യെശയ്യാവിനെ ശുദ്ധീകരിച്ചപ്പോൾ അത് പൂർണ്ണമായിരുന്നില്ല, അപൂർണമായിരുന്നു. കുഞ്ഞാടിൻ്റെ രക്തം കൂടാതെ, യേശുക്രിസ്തുവിൻ്റെ ജീവന്റെ രക്തത്തിന് ശക്തി വ്യാപരിക്കാതെ ഒരു മനുഷ്യർക്കും പൂർണ്ണമായിരിക്കുന്ന നീതീകരണം പ്രാപിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പഴയ വിശുദ്ധന്മാരെ കർത്താവ് ശുദ്ധീകരിച്ചവരെ എടുത്തു. അതുപോലെ തന്നെ അതിനുശേഷമായി അവിടേക്ക് എത്തിച്ചേരുന്നവരും കുഞ്ഞാട് രക്തത്തിൻ്റെ ശക്തി ആവശ്യപ്പെട്ടുള്ളവരാ. അതിവിടെ വ്യാപരിക്കുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെ അവിടെ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ മറുത്തു നിൽക്കുന്നവരാ. മറുത്തു നിൽക്കുന്നവരെ അവരെ ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ അവരുടെ മേൽ കർത്താവ് അതിൻ്റെ ശക്തി വ്യാപരിച്ച് അവരെ ബലപ്പെടുത്തുന്നത് അത് കുഞ്ഞാടിൻ്റെ തിരുരക്തം കൊണ്ടാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തം സ്വർഗത്തിൽ എത്തിയപ്പോൾ അന്ന് വരെ അവിടെ ഇല്ലാതിരുന്ന എന്ന് പറഞ്ഞാൽ ഈ സൗരഭ്യവാസനയായി തീർന്ന കുഞ്ഞാടിൻ്റെ ജീവന്റെ ശക്തി അവിടെ മുഴുവൻ വ്യാപരിച്ചു. അത് ഇന്ന് ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട്. യേശു എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം അവൻ്റെ ജീവന്റെ സൗരഭ്യവാസന വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ മേൽ കൊടിൽ കൊണ്ട് ദൂതൻ തൊട്ടപ്പോൾ അവനെ ശുദ്ധീകരിച്ചൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു സമയത്തേക്ക് മാറ്റി നിർത്തുകയാണ് ചെയ്തെങ്കിൽ, പൂർണ്ണമായിരുന്നില്ലെങ്കിൽ അവനെ ദൈവത്തിൻ്റെ സമയത്ത് ക്രിസ്തുയേശു അവനെ ഉദ്ധരിച്ചുകൊണ്ട് പോയപ്പോൾ അവൻ്റെ പാപത്തിന് പരിഹാരമുണ്ടായി. എന്നാൽ ഇസ്രായേലാകുന്ന മറുതലിച്ചു നിൽക്കുന്നവരുടെ മേൽ, അവൻ ന്യായപ്രമാണത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുന്നവരുടെ മേൽ അവരെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെടണം. അതുകൊണ്ടാണ് അവർക്ക് മുമ്പ് മരിച്ചവരെ നീതീകരിച്ച് വെള്ള നിലയെങ്കിൽ അവരെ കൊടുത്ത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അവരെ നീതീകരിച്ച് അവരെ വിശുദ്ധന്മാരാക്കി എടുത്തപ്പോൾ അവരെ പോലെ രക്തസാക്ഷികളാകാനുള്ളവരെ യാഗപീഠത്തിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ജീവന്റെ സൗരഭ്യവാസം നിറഞ്ഞിരിക്കുന്ന യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിയുമ്പോൾ അതിൽ വ്യാപരിച്ചിരിക്കുന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ സൗരഭ്യ ശക്തിയാണ് ഇസ്രായേലിന്മേൽ അഭിഷേകമായി വരുന്നത്. അതിനെയാണ് പിന്മഴ അഥവാ അഗ്നിസ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാകുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയിനാലും സ്നാനം കഴിപ്പിക്കുന്നു പറഞ്ഞപ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്ന്, പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുവാനുള്ളത് ഇസ്രായേലിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നതായിരിക്കും ആദ്യമായിട്ടുള്ളത്. അവരെയാണ് കർത്താവ് ആദ്യമായി അവരിലേക്കാണ് പരിശുദ്ധാത്മാവിനെ വ്യാപരിപ്പിച്ചത്. അത് പിന്നീടാണ് കൊർന്നേല്യോസിന്റെ കാലം മുതൽ സകലജാതികളിലേക്കും പകരപ്പെടുവാടെ തീർന്നത്. എന്നാൽ യോഹന്നാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം അത് നിവൃത്തിയിരിക്കപ്പെടുന്നത് യഹൂദന്റെ മേൽ മാത്രമുള്ളതാണ്. അവിടെ പറയുന്നത് തീയിനാൽ സ്നാനം. അപ്പോൾ തീ കൊണ്ടുള്ള സ്നാനം അത് അത് സ്വർഗീയ യാഗപീഠത്തിലെ ആ തീക്കനലിൻ്റെ അകത്ത് യേശുവിൻ്റെ ജീവന്റെ സൗരഭ്യവാസന കഴിഞ്ഞ 2000 വർഷമായിട്ട് വ്യാപരിക്കുന്നുണ്ട്. അതിന് മുമ്പ് അങ്ങനെ അല്ലായിരുന്നു ആ യാഗപീഠത്തിലെത്തി. അതുകൊണ്ടാണ് യെശയ്യാവിനെ അതുകൊണ്ട് തൊട്ടപ്പോൾ അവന് പൂർണ്ണമായിരിക്കുന്ന അകത്യങ്ങളും പാപങ്ങളും നീക്കി ശുദ്ധീകരിക്കപ്പെടായിരുന്നത്. എന്നാൽ നാം വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് നമ്മളിൽ വ്യാപരിക്കുന്ന ആ ശുദ്ധീകരണം അത് നിത്യതയുടെ ശുദ്ധീകരണമാണ്, സമ്പൂർണ്ണമായിട്ടുള്ളതാണ്. അതൊരിക്കലും അപൂർണമായിട്ടുള്ളതല്ല, പൂർണ്ണമായിട്ടുള്ളതാണ് ദൈവസമയുടെ പകർന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെയും ശുദ്ധീകരിച്ചെടുക്കുന്ന കുഞ്ഞാട് രക്തം കൊണ്ടാണ്. എങ്ങനെയാണ് അവരുടെ മേൽ പകരപ്പെടുന്നത്? ആ യാഗപീഠത്തിലെ കനലിൽ യേശുവിൻ്റെ ജീവന്റെ രക്തത്തിൻ്റെ സൗരഭ്യവാസനയുണ്ട്. അതാണ് ഇസ്രായേലാകുന്ന അത്തിമേൽ പകരപ്പെടുന്നത്. അതിനെയാണ് അഗ്നിസ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്താണ് അഗ്നിസ്നാനം ഭൂമിയിലേക്ക് ദൈവം അയക്കുന്നത്. അത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ് അവരെ ശുദ്ധീകരിക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള മനസ്സിലായി. യേശു യാഗമായി തീർന്നു കഴിഞ്ഞപ്പോൾ, ഭൂമിയാകുന്ന പ്രാകാരത്തെ യാഗമായി തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവന്റെ രക്തം സ്വർഗാസുഖത്തിലേക്കാണ് എടുക്കപ്പെട്ടത്. അന്ന് ജീവന്റെ രക്തത്തിൻ്റെ ശക്തി ആ യാഗപീഠത്തിന്മേൽ, ധൂപപീഠത്തിന്മേൽ, സ്വർഗത്തിലുള്ള സകലത്തിന്മേൽ വ്യാപരിച്ചു. അതുകൊണ്ടാണ് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ് ഇവരെ വീണ്ടെടുക്കപ്പെട്ടത്.
എന്നുള്ളത് നമുക്കിവിടെ വളരെ വ്യക്തമായി ഗ്രഹിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അവരെ ശുദ്ധീകരിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു വിഷയം വരും. അപ്പോൾ അവന് മുമ്പ് പോയവരെ കർത്താവ് വെള്ള നിലയും കൊടുത്ത് അവരെ സ്വീകരിച്ചു. രക്തസാക്ഷിയുള്ള ശേഷമുള്ളവരെ പിന്മഴ പെയ്ത് അവരുടെ മേൽ കർത്താവ് അഭിഷേകം അയക്കുമ്പോൾ ജാതികളാകുന്ന സഭയ്ക്കും ഇസ്രായേലിലായിരിക്കുന്നവർക്കും വീണ്ടെടുപ്പ് പൂർത്തീകരണത്തിലേക്കാണ് അവരെ നയിക്കുന്നത്. അന്ന് പെയ്യുന്ന മഴ അത് ഒന്നാമത്തെ പുനരുത്ഥാനം വരെയാണ് പിന്മഴയുടെ നാളുകളായി അറിയപ്പെടുന്നത്. പിന്മഴയുടെ നാളുകൾ ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയം മുതൽ ദൂതൻ യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിയുന്ന നാൾ മുതൽ ഒന്നാമത്തെ പുനരുത്ഥാനം നിവൃത്തീകരിക്കപ്പെടുന്ന സമയം വരെയുള്ള കാലഘട്ടം മുൻമഴയുടെ നനവിൻ്റെ കാലവും പിന്മഴയുടെ നനവിൻ്റെ കാലവുമാകും. അപ്പോൾ ഈ ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് രണ്ട് കാലങ്ങളാണുള്ളത്. ഒന്ന്, പരിശുദ്ധാത്മാവാകുന്ന മുൻമഴയുടെ നനവിൻ്റെ കാലം, അത് ലോകാവസാനത്തിൻ്റെ അവസാനം വരെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പിന്മഴയുടെ നാളുകളായി യഹൂദൻ്റെ മേൽ പകരപ്പെടുന്നത് അവർക്കും ദൈവം കൊടുക്കുന്ന പ്രത്യേക ശക്തിയായി ആവരിക്കുന്നു. ഒന്നാമത്തെ പുനരുത്ഥാനം വരെയാണ്. അതിനുശേഷം ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് ശേഷം രണ്ടാമത്തിൻ്റെ വരവ് വരെ മുൻമഴയുടെ നനവും പിന്മഴയുടെ നനവിൻ്റെ കാലവുമായിരിക്കും. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സന്ദർഭത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതിൽ 4 കാര്യങ്ങൾ ഒന്നുകൂടി വേഗത്തിൽ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയിടുവാനുള്ള സമയം. സഭയുടെ ശേഷിപ്പിൽ ഉൾപ്പെടുന്ന സഹോദര പദവിയിലുള്ള വിശുദ്ധന്മാരെ ഈ സമയത്ത് പ്രാർത്ഥനയാലും വിശുദ്ധീകരണത്തിലും ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളായിട്ട് അവരെ ദൈവം ശക്തീകരിക്കുന്നു. 3, പിന്മഴയുടെ കാലത്ത് ഇസ്രായേലിന്മേൽ ദൈവം പിന്മഴയാകുന്ന അഗ്നിസ്നാനം, യാഗപീഠത്തിലെ കനൽ അയച്ച് അവരെ അഭിഷേകം ചെയ്യുന്നതാണ് 3ാമത്തെ കാര്യം. 4ാമത്തത്, മഹാസ്നേഹവാനായിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാകോപം ഭൂമിയിൽ മനുഷ്യരുടെ മേൽ ചൊരിയപ്പെടുന്നതിനുള്ള ദുഃഖം, ആ ദുഃഖം ആ മൗനതയാണ് 4ാമത്തെ കാര്യം. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ 31-ാം വാക്യം. ഈ 4 സംഭവങ്ങളാണ് ഏഴാമത്തെ മുദ്ര ദൂതൻ പൊട്ടിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഇത്രയും കാര്യം മനസ്സിലായെങ്കിൽ ഏഴാമത്തെ മുദ്ര കഴിയുന്നതോടുകൂടി മറ്റൊരു സമയത്തേക്ക് സമയം മാറ്റപ്പെടുകയാണ്. അതിനെക്കുറിച്ചാണ് 4ാമത്തെ കാര്യം. മഹാസ്നേഹവാനായിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാകോപം ഭൂമിയിൽ മനുഷ്യരുടെ മേൽ ചൊരിയപ്പെടേണ്ടി വരുന്നുള്ള ദുഃഖം. ദൈവം മനുഷ്യരെ ദുഃഖിപ്പിക്കുന്നത് അവൻ മനസ്സോടെ അല്ലല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരുടെ മേലുണ്ട്. ഈ കോപം എല്ലാവരുടെ മേൽ ചൊരിയപ്പെടുമ്പോഴും മൗനത സ്വർഗം കാണിക്കുന്നത് മനസ്സോടെ അല്ല ഇത് ചെയ്യേണ്ടത്, എന്നാൽ അത് ചെയ്തേ പറ്റുകയുള്ളൂ. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആരെയും ദൈവം നരകാഗ്നി തള്ളുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ ഗുണപ്പെടണം, രക്ഷപ്പെടണം എന്നുള്ളതാണ് ദൈവം കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തുള്ള ഒരു മനുഷ്യൻ പോലും സാത്താനോ അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ദൈവസഭയും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നാം എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്, എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത്. അതിനുവേണ്ടി നാം അവർക്ക് വേണ്ടി ഉപവസിക്കുന്നത്, ലോകത്തിന് വേണ്ടി, ജാതികൾക്ക് വേണ്ടി നാം ഉപവസിക്കുന്നത്, പരസ്യയോഗം നടത്തുന്നത്, ട്രാക്റ്റ് കൊടുക്കുന്നത്, കൺവെൻഷൻ നടത്തുന്നത്, TV-യിലൂടെ പ്രസംഗിക്കുന്നത്, യൂട്യൂബിലൂടെ പ്രസംഗിക്കുന്നത്, ഏത് വിധത്തിലൂടെയും ദൈവത്തെ വചനം ഘോഷിക്കുന്നത്, അവരെല്ലാവരും കർത്താവിൻ്റെ രക്ഷ കരസ്ഥമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ സംഭവിക്കും ഏഴാമത്തെ മുദ്ര അത് പൊട്ടിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. പിന്നീട് നാം ചിന്തിക്കുന്നത് അതിൻ്റെ 7 കാഹളം ലഭിച്ച ദൂതന്മാർ കാഹളം ഊതുവാൻ ഒരുങ്ങി നിൽക്കുന്നതിനും 1ാമത്തെ കാഹളം ഇതേക്കുറിച്ചുമാണ് നാം ചിന്തിക്കുന്നത്. 8-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. 6 മുതൽ 7 വരെ. അപ്പം 7 മുദ്രയിൽ നിന്ന് 7 മുദ്രയുള്ള ആ പുസ്തകത്തിൻ്റെ 7 മുദ്രയും പൊട്ടിക്കപ്പെടുവാനിടയായി തീർന്നു. അത് തുറന്നു. 7 മുദ്രയിടപ്പെട്ട 7 മുദ്രയും കുഞ്ഞാടാം ദൈവം അത് പൊട്ടിച്ചു. അതിനുശേഷമായി സംഭവിക്കുന്ന 7ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ
തുടർന്നുള്ളത് 7 ദൂതന്മാർ കാഹളം ഊതുവാൻ ഒരുങ്ങി നിൽക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചത്. അപ്പോൾ 7-ാം മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. അപ്പോൾ 6 മുദ്ര കഴിഞ്ഞ് 7-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതോടുകൂടി ഈ 4 സംഭവങ്ങൾ സംഭവിക്കുകയും 7 ദൂതന്മാർ കാഹളത്തിൻ്റെ കാലത്തിലേക്ക് ലോകം നീങ്ങുകയുമാണ് ചെയ്യുന്നത്. 7 കാഹളത്തിൻ്റെ കാലം. ഞാനൊന്നുകൂടെ പറയാം. കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ട ശേഷമായി സംഭവിക്കുന്നത് 7 മുദ്രയുടെ കാലം, 7 കാഹളങ്ങളുടെ കാലം, 7 കലശങ്ങളുടെ കാലം, 7 ദിവസങ്ങളുടെ കാലം. ഇതാണ് തുടർന്ന് സംഭവിക്കാനുള്ളത്. അപ്പോൾ 7 ഏഴുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 7 മുദ്രയെക്കുറിച്ച് നമ്മൾ പഠിച്ചെങ്കിൽ നമ്മൾ തുടർന്ന് പഠിക്കുന്നത് 7 കാഹളങ്ങളെക്കുറിച്ചാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ 7 കലശങ്ങളെക്കുറിച്ച് പഠിക്കും. അത് അനുബന്ധമായിട്ടുള്ളതാണ്. അതിനുശേഷമായിട്ട് 7 ദിവസങ്ങളുള്ള ബന്ധത്തിൽ പഠിക്കും. ഇതാണ് ഒന്നിനോട് പറയുക. ഇതെല്ലാം കൂട്ടിക്കുഴച്ച് പഠിക്കരുത്. 7 മുദ്രയുടെ സമയത്ത് സംഭവിക്കുന്നതല്ല 7 കാഹളത്തിൻ്റെ സമയത്ത് സംഭവിക്കുന്നത്. 7 കാഹളത്തിന് സമയത്ത് സംഭവിക്കുന്നതല്ല 7 കലശ സമയം. 7 കലശത്തോടുള്ള ശേഷമായി 7 നാളുകളുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നത്. ഇത് ഈ വെളിപ്പാട് പുസ്തകം എല്ലാം കൂടി എടുത്ത് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടി എടുത്ത് പഠിപ്പിക്കരുത്. അപ്പോൾ 7 മുദ്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചെങ്കിൽ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ തുടർമാനമായിട്ട് വരുന്നത് 7 കാഹളങ്ങളുടെ ബന്ധത്തിലേക്ക് ലോകത്തിൻ്റെ സംഭവങ്ങൾ മാറ്റപ്പെടുന്നതാണ്. അപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 7 ഭാഗങ്ങളാണ്. ഒന്നാമത്തെ ഊതി അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. അപ്പോൾ 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ദൈവത്തിന് മുദ്രയുമായി കിഴക്കുന്ന കയറുന്ന കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാഹളം ഊതുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് വൃക്ഷങ്ങൾക്കൊക്കെ കേട് സംഭവിക്കുകയാണ്. അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞു. ഭൂമിയിൽ 1/3 വെന്തുപോയി. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. 1/3 വൃക്ഷങ്ങൾ വെന്തുപോകുന്നു. ഭൂമിയിൽ 1/3 വെന്തുപോകുന്നു. അപ്പോൾ ഒന്നാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിയുന്നു. രക്തം കലർന്ന കൽമഴ, തീയും ഭൂമിയിൽ ചൊരിയുന്നു. ഇത് എങ്ങനെയാകും? ഈ കൽമഴയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നേരത്തെ, അല്ലേ? കൽമഴ പെയ്തതിനെ കുറിച്ച് അറിയാം. കൽമഴ പെയ്ച്ച് അവരെ തോൽപ്പിച്ചിട്ടുണ്ട്, അല്ലേ? യേശുവയുടെ സമയത്തൊക്കെ കൽമഴ പെയ്തിട്ടുണ്ട്. കൽമഴ ഇതിനു മുമ്പും പെയ്തിട്ടുണ്ട്. പോരും പടയുമുള്ള സമയത്തേക്ക് ദൈവം സംഭരിച്ചു വെച്ച് കൽമഴയെക്കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ രക്തം കലർന്ന കൽമഴ എന്ന് പറഞ്ഞാൽ, ഈ നമുക്കറിയാം പല സ്ഥലങ്ങളിൽ കല്ലുകളുണ്ടെന്നുള്ള, ചന്ദ്രനിലൊക്കെ കല്ലുകളുണ്ടെന്ന് മനസ്സിലാക്കി. ചന്ദ്രൻ രക്തതുല്യമായി തീർന്നുള്ളതിനെ മനസ്സിലാക്കി നമ്മൾ പഠിച്ചത് ജലാംശം, ജലത്തിൻ്റെ സാന്നിധ്യം ചന്ദ്രനിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ഭൂമിയിലെ വെള്ളം രക്തമായി തീരുന്നതിന് മുമ്പായി ഗ്രഹങ്ങളിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ മനുഷ്യൻ ജീവൻ തേടി പോകുന്ന എല്ലാ സ്ഥലങ്ങളിലെ വെള്ളം മുഴുവൻ രക്തമായി തീരും. അതുകൊണ്ടാണ് ഈ നമുക്കറിയാമല്ലോ, കിണർ കുത്തി ചെല്ലുമ്പോൾ ഈ വെള്ളമിരിക്കുന്ന കല്ലിനൊക്കെ നനവുണ്ടാകും, അല്ലേ? കല്ലിനൊക്കെ നനവുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കല്ലുകൾ, വെള്ളത്തിൻ്റെ അംശമുള്ള, അത് രക്തമായി മാറിയ കല്ലുകളാണ് ഈ രക്തം കലർന്ന കൽമഴയായിട്ട് അത് ഭൂമിയിലേക്ക് പെയ്യുന്നത്. കൽമഴയെക്കുറിച്ച് അറിയാമായിരുന്നു. എന്നാൽ രക്തം കലർന്ന കൽമഴ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ, അതിനു മുമ്പ് നമ്മൾ വായിച്ചു ചന്ദ്രൻ രക്തമായി മാറും എന്ന് പറഞ്ഞാൽ, അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് എവിടെയെല്ലാം വെള്ളമുണ്ടോ അതെല്ലാം ഭൂമിയിലെ വെള്ളം രക്തമായി തീരുന്നതിന് മുമ്പായി രക്തതുല്യമായി തീരും. കാരണം മനുഷ്യൻ അവൻ്റെ കഴിവിനനുസരിച്ച് ഇവിടുന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, ഇവിടം തീർന്നാൽ, ലോകം തീർന്നാൽ, ഇവിടം കൊണ്ട് തീർന്നു പോകാതെ ഒരു കൂട്ടം ജനത്തെ എവിടെയെങ്കിലും
ബഹിരാകാശങ്ങളിൽ എത്തിക്കാൻ, അന്യഗ്രഹങ്ങളിൽ എത്തിക്കാൻ വേണ്ടി മനുഷ്യൻ വെമ്പൽ കൊള്ളുമ്പോൾ സ്വർഗം പറഞ്ഞു, നീ എവിടെ പോയാലും വെള്ളത്തെ ഞാൻ രക്തമാക്കി കളയും. അപ്പോൾ ഈ കല്ലുകൾ ഇരിക്കുന്ന ഭാഗങ്ങൾ, വെള്ളമുള്ള ഭാഗങ്ങൾ രക്തമായി തീരുന്നതുകൊണ്ടാണ് രക്തം കലർന്ന കൽമഴ ഭൂമിയിൽ പെയ്യുന്നത്. അതോടൊപ്പം തീയും ആകാശത്തിൽ നിന്നിറങ്ങും, ഭൂമിയിലെ പൊതിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്ത് പോയി. ഇന്ന് ഭൂമിയിൽ കാണുന്ന പുൽമേടുകൾ കാണുമ്പോൾ കുറിച്ചു വെച്ചുകൊള്ളുക, ഒന്നാമത്തെ ദൂതൻ ഊതുന്ന സമയത്ത് നിന്റെ മുറ്റത്ത് നട്ടുപിടിപ്പിച്ച പുൽത്തകിടികളും വലിയ ഹോട്ടലുകളുടെ മുമ്പിലും മറ്റ് പല സ്ഥലങ്ങളിലും കാണുന്ന, പല സ്ഥലങ്ങളിലും സുഖവാസ സ്ഥലത്തിനൊക്കെ പോകുമ്പോൾ പച്ചപ്പുൽമേടുകൾ കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് രാത്രി കുറിച്ചു വെച്ചുകൊള്ളുക, 7ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന കാലത്ത് ഈ ഭൂമി കാണുന്ന പച്ചപ്പുല്ലെല്ലാം വെന്തു പോകും. അപ്പം അതിനു മുമ്പായിട്ടാണ് ആർട്ടിഫിഷ്യലായിട്ടുള്ള പുല്ലൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ നീ ഏത് പുല്ല് കണ്ടുപിടിച്ചിവിടെ വെച്ചാലും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ സംഭവിക്കും. നമ്മളിത് വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വേണം ചിന്തിക്കാനായിട്ട്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളത് കാണാൻ നിൽക്കുന്നവരാകരുത്, ദൈവത്തോട് നാം എത്തേണ്ടവരാ. എന്നാൽ ഇത് സംഭവിക്കുമ്പോൾ, കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുമ്പോൾ നമ്മളോട് കൂടിയാണതിന് പറയുന്നത്, വരിക എന്നൊക്കെ പറയുന്നത്. അവിടെ ഉണ്ടായിരിക്കണം. ഇത് സംഭവിക്കും. ഇന്നിവിടെ പഠിക്കുമ്പോൾ അന്ന് നാം മനസ്സിലാക്കണം, ഇന്ന് പഠിച്ചത് യാഥാർത്ഥ്യമാകും. ഞാനിന്ന് ഈ പറയുന്ന വചനം നിവൃത്തിയാകും. എവിടെയെല്ലാം പുൽമേടുകളുണ്ടോ, എനിക്കറിയാം ഓസ്ട്രേലിയയിൽ നല്ല പുൽമേടുകൾ കാണാം, ആഫ്രിക്കയിൽ ഏതെല്ലാം സ്ഥലത്ത് മനോഹരമായ പുൽമേടുകൾ ഉണ്ടോ, ഇന്ന് രാത്രിയിൽ മനുഷ്യനാൽ നിർമ്മിതമായിട്ടുള്ള പുൽമേടുകൾ ഉണ്ടായിരിക്കാം. നല്ല വീടുകളൊക്കെ പണിത് വീടിൻ്റെ മുമ്പിലൊക്കെ നമ്മളൊക്കെ പൈസ ഉണ്ടെങ്കിൽ പുൽമേടുകൾ ഉണ്ടാക്കണം. നല്ല പുൽ ഉണ്ടാക്കി കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് എന്നുവരെ ഉള്ളെന്ന് ചോദിച്ചാൽ, 1ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ ഇതിൽ 1/3 ഈ എല്ലാ പച്ചപ്പുല്ലും വെന്തു പോകും. വൃക്ഷങ്ങളിൽ 1/3 കേട്, അത് 1/3 വെന്തു പോകും. എൻ്റെ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഇത് സംഭവിക്കും കേട്ടോ. നമുക്കറിയാം, ഇവിടത്തേക്കുള്ള പല കുന്നിൻ മുകളിലൊക്കെ നമ്മൾ പോകാറുണ്ട്. ഞാനും പോകാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള കാര്യം, നമ്മളെല്ലാം സന്തോഷമുള്ള കാര്യമല്ലേ, നല്ല പുൽമേടുകൾ കണ്ടാൽ വളരെ സന്തോഷമല്ലേ. വാഗമണിലൊക്കെ പോയാൽ അവിടുത്തെ പുൽമേടുകളൊക്കെ കാണാൻ സാധിക്കും. ഞാനിങ്ങനെ ഈ വെളിപ്പാട് ദിവസം പഠിപ്പിച്ച ശേഷമായി മലകളെ നോക്കിയും ദ്വീപുകളെ നോക്കിയും ഈ പുൽപ്പുറങ്ങളെയൊക്കെ നോക്കി ഞാൻ വരാൻ പോകുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് പഠിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഇത് പഠിക്കുക മാത്രമല്ല, ഇത് സംഭവിക്കാൻ പോകുന്നതാണെന്നുള്ളത് കൂടി ഓർത്തുകൊണ്ട് ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊള്ളണം. ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സംഭവിക്കും. നമ്മൾ കാണുന്ന പുൽമേടുകൾ എല്ലാ പച്ചപ്പുല്ലും വെന്തു പോകും. ഇന്ന് രാത്രി സംഭവിക്കുമെന്ന് ഞാൻ ദൂതറിയിക്കുകയാണ്. എങ്ങനെയാ പറയുന്നത്? ലോകം അതിനു മുമ്പായി ആർട്ടിഫിഷ്യലായിട്ടുള്ള പുല്ലൊക്കെ കണ്ടുപിടിച്ചു തുടങ്ങി അല്ലേ, കണ്ടുപിടിച്ചു. ഇത് സംഭവിക്കുമ്പോഴും ക്രിസ്തു ഇതിനെ മറയ്ക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യലായിട്ടുള്ള പുല്ല് കൊണ്ടുള്ള പുൽമേടുകളൊക്കെ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. വഞ്ചിക്കപ്പെട്ടു പോകരുത്. എല്ലാ പുല്ലും വെന്തു പോകും. വൃക്ഷങ്ങളിൽ 1/3 വെന്തു പോകും. എങ്ങനെയാ വെന്തു പോകുന്നത്? രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തു പോകും. ഈ കാണുന്ന ഭൂമി 1/3 വെന്തു പോകും. ഈ 7ാമത്തെ മുദ്രയുള്ള ബന്ധത്തിൽ 1/3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കലശങ്ങൾ പഠിക്കുമ്പോൾ അത് പൂർണ്ണമായി തീരുന്നതിനെക്കുറിച്ച് ഇവിടെ ദൈവത്തിൻ്റെ കോപം ഓരോന്നും പടിപടിയായിട്ട് ഒരുമിച്ച് ദൈവം ശിക്ഷിക്കുകയല്ല. ദൈവം സമയം തന്ന് സമയബന്ധിതമായിട്ടാണ് ശിക്ഷ പോലും നൽകുന്നത്. സമയം തരും, മനുഷ്യന് ചിന്തിക്കാൻ സമയം തരും, മാനസാന്തരപ്പെടാൻ സമയം തരും. അല്ലാതെ ദൈവം പെട്ടെന്ന് ഇല്ലാതാക്കി കളയല്ല. 1/3 ഇല്ലാതാക്കി കളയും. 1/3 ഭൂമി വെന്തു പോകുവാൻ ഇടയാത്തരും. എൻ്റെ 2ാമത്തെ ദൂതൻ ഊതുന്ന സമയത്ത് അപ്പോൾ തീ കത്തുന്ന വന്മല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞപ്പോൾ ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തുന്ന 4 ദൂതന്മാർ, ഭൂമിയുടെ 4 കാറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇവർ 4 ദൂതന്മാർ ഊതുമ്പോൾ ഒന്ന് ഭൂമിക്കുണ്ടാകുന്ന കാര്യങ്ങളുള്ള ബന്ധത്തിൽ, വൃക്ഷങ്ങളോടുള്ള ബന്ധത്തിൽ 1/3 കുറിച്ചും പഠിച്ചു. എല്ലാ പച്ചപ്പുല്ലും വെന്തു പോകുന്നതിനെ കുറിച്ച് മനസ്സിലാക്കി. 2ാമത്തെ ദൂതൻ ഊതുന്ന സമയത്ത് അപ്പോൾ തീ കത്തുന്ന വന്മല പോലെ ഒന്ന്
സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. ഞാൻ പറഞ്ഞല്ലോ 1/1 ഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം. 7 കാലത്തുള്ള ബന്ധത്തിൽ 1/1 ഭൂമിയിൽ 1/1 വെന്തു പോകുന്നു. സമുദ്രത്തിൽ 1/1 രക്തതുല്യമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/1 ചത്തുപോയി. കപ്പലുകളിലും 1/1 ഛേദം വന്നു. നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് കർത്താവ് കണക്കൊക്കെ എടുക്കുന്നത് അല്ലേ? വിഷയങ്ങൾ 1/1. ഇപ്പം നമുക്ക് ഈ ലോകത്തിലുള്ള എത്ര വിഷയങ്ങളുണ്ടെന്ന് കണക്കാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ നമ്മുടെ കർത്താവിന് നമ്മുടെ തലയിലെ മുടി അറിയാമെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ തെറ്റ് പറ്റത്തില്ല കേട്ടോ. 1/1 അന്ന് വെന്തു പോവുകയുള്ളൂ. എത്രമാത്രം കടലിൽ മീനുകളുണ്ടോ, തിമിംഗലങ്ങളുണ്ടോ, വംശനാശം കൂടാതെ അന്ന് സംഭവിക്കത്തില്ല. 1/1 ദൈവം ഇല്ലാതാക്കി കളയും. ദൈവവചനത്തിൽ പറഞ്ഞ കാര്യം സംഭവിക്കും. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സംഭവിക്കും. എതിർ ക്രിസ്തുവിൻ്റെ വർണ്ണസമയത്ത് സംഭവിച്ചിരിക്കും. രണ്ടാമത്തെ ദൂതൻ ഊതുമ്പോൾ 1/1 രക്തതുല്യമായി തീരും. 1/1 അന്ന് കപ്പലുകളിൽ 1/1 നാശം വരും. 1/1 പ്രാണൻ നഷ്ടപ്പെടുവാനിടയായി തരും. മൂന്നാമത്തെ ദൂതൻ ഊതിയപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്നൊരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളിൽ 1/1 നീരുറവുകൾ 1/1 വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേർ. വെള്ളത്തിൽ 1/1 കാഞ്ഞിരം പോലെ ആയി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. അപ്പോൾ നദികളിൽ മേലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. കാഞ്ഞിരം പോലുള്ള വീണ് കഴിയുമ്പോൾ വെള്ളം മുഴുവൻ കാഞ്ഞിരം പോലെയായിത്തീർന്നു. അപ്പോൾ ഭൂമിയിൽ 1/1 വെന്തു പോകുന്നു. ഒന്നാമത്തെ കാഹളം. രണ്ടാമത്തെ കാഹളം സമുദ്രത്തിൽ 1/1 രക്തതുല്യമായി തീർന്നു. അതിൽ 1/1 എന്ത് ചെയ്യുന്നു? പ്രാണനെ നഷ്ടപ്പെടുന്നു. മൂന്നാമത്തെ ഊതുമ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന മഹാനക്ഷത്രം അത് നദികളിലും നീരുറവുകളിലും 1/1 കയ്പായി തീർന്നു. കയ്പ്, കുടിക്കുന്ന വെള്ളം കയ്പായി തീർന്നു. 1/1 ഭാഗം. ബാക്കി 2 ഭാഗം ശേഷിച്ചിരിക്കുന്നതുകൊണ്ട് മനുഷ്യനെ ജീവിക്കാനുള്ള സമയം ദൈവം കൊടുത്തിരിക്കുക. നീ എത്ര അഹങ്കരിച്ചു പോയാലും, ഹൈഡ്രജനും ഓക്സിജനും കൂട്ടി നീ വെള്ളം കണ്ടുപിടിച്ചാലും അദ്ദേഹം പറഞ്ഞു എല്ലാം ഞാൻ കയ്പാകും. എല്ലാ നീരുറവുകളും 1/1 കയ്പാകും. മൂന്നാമത്തെ ദൂതൻ ഊതുമ്പോൾ നദികളിലും നീരുറവുകളിലുമായിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരമെന്ന പേർ. വെള്ളത്തിൽ 1/1 കാഞ്ഞിരം പോലെ ആയി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. കയ്പായി തീരും. സ്വീറ്റ് വാട്ടർ അല്ലേ, നല്ല വെള്ളം. ലെബനോനിലെ വെള്ളം ഉത്തമമായ വെള്ളമാണ്. അത് കുടിച്ച് വളർന്നു നിൽക്കുന്ന ദേവദാരുവിനെ കുറിച്ച് എഗസ്കേൽ പറഞ്ഞിട്ടുണ്ട്. ഉത്തമവും നല്ലതുമായ വെള്ളം കുടിച്ച്. ലെബനാനിലെ വെള്ളമാണ് ഏറ്റവും നല്ല വെള്ളമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ലെബനാൻ അവിടുത്തെ മരങ്ങളെക്കുറിച്ച് ദേവദാരുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ലെബാനോനിലെ വെള്ളം ഉത്തമവും നല്ലതുമായ വെള്ളം കുടിച്ച ലെബാനോനിലെ ദേവദാരുക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുൾപ്പെടെ ലോകത്തിലുള്ള സകല നീരുറവുകളും നദികളും, ഇന്ന് കാണുന്ന നദികൾ കാണുമ്പോൾ, പെരിയാർ കാണുമ്പോൾ ഏതെല്ലാം നദികളുണ്ടോ, ഏതെല്ലാം രാജ്യത്തുള്ള നദികളുണ്ടോ, നമുക്കറിയാവുന്ന നദികൾ എനിക്കെല്ലാം അറിയത്തില്ല. പക്ഷേ ആമസോണും അത് ലോകത്തിലുള്ള വലുതും ചെറുതുമായ സകല നദികളും, സകല നീരുറവുകളും, കുഴൽക്കിണറുകളും, എല്ലാ ജലാശയങ്ങളും, കായലുകളും എല്ലാം അത് ഇവിടെ ദൈവം എന്ന് പറയുന്നത് കയ്പായി മാറും. കാഞ്ഞിരം പോലെ കയ്ക്കും. മനുഷ്യ, നിന്റെ പ്രവൃത്തി ദൈവത്തിന് അകന്നു പോകുമ്പോൾ കുടിക്കാനുള്ള വെള്ളത്തെ ദൈവം തൊടും. അത് കയ്പായി മാറും. എൻ്റെ യേശു കാൽവറിയിൽ വെള്ളത്തിന് വേണ്ടി യാചിച്ചപ്പോൾ അവന് കയ്പ് കലക്കി കൊടുത്തെങ്കിൽ ഓർത്തുകൊള്ളുക. ലോകം പാപത്തിൽ നിന്ന് ക്ഷമ പ്രാപിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നില്ലെങ്കിൽ കയ്പ് കുടിക്കാൻ വെള്ളം ദൈവം തരും. അതുകൊണ്ട് ദിവസം വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം കേട്ടോ. കഥാ നന്ദി വേണം. ഇപ്പോൾ നമ്മൾ പറയും മലിനപ്പെട്ട വെള്ളമാണ്, തിളപ്പിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ശുദ്ധീകരിച്ചെടുക്കാം, അത് ഫിൽറ്റർ വെച്ചൊക്കെ വെള്ളം ശുദ്ധീകരിച്ചിട്ട് കുടിക്കാൻ കുഴപ്പമില്ല. പക്ഷേ ദൈവത്തിൻ്റെ ക്രോധം അയച്ചു കഴിഞ്ഞാൽ, വെള്ളം കയ്പായി കഴിഞ്ഞാൽ, നീ എത്ര ശുദ്ധീകരിച്ചാലും, എത്ര ഫിൽറ്റർ ചെയ്താലും, എത്ര പ്രാവശ്യം തിളപ്പിച്ചാലും വെള്ളത്തിലെ കയ്പ് പോകത്തില്ല. സംഭവിക്കുമോ? എത്ര പേർ വിശ്വസിക്കുന്നു ഇത് സംഭവിക്കുമെന്ന്? ഞങ്ങളോട് മാത്രം ആമേൻ പറഞ്ഞാൽ മതി. നടത്താൻ പോകുക. നാലാമത്തെ ദൂതൻ ഊതിയപ്പോൾ സൂര്യനിൽ 1/1 ചന്ദ്രനിൽ 1/1 നക്ഷത്രങ്ങളിൽ 1/1 ബാധ തട്ടി.
അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി, രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചം ഇല്ലാതെയായി. രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതെയായി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിൻ്റെ സമയത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് മാറ്റം വരും. അതനുസരിച്ചാണ് പിന്നീട് ക്രിസ്തു സമയത്തെയൊക്കെ മാറ്റുന്നത്. പകല് മൂന്നിലൊന്ന് ഇല്ലാതായിത്തീരും. നമുക്കറിയാമല്ലോ, ഇപ്പം 12 മണിക്കൂറിൻ്റെ മൂന്നിലൊന്ന് പോയാൽ എത്രയുള്ളത് കണക്കൂട്ടി എടുത്താൽ മതി. ബാക്കിയുള്ള ഭാഗം ഇരുണ്ട് പോകും. ഇപ്പം രാത്രി അത് ദീർഘിക്കും, പകൽ കുറഞ്ഞു പോകും, മൂന്നിലൊന്ന് വെളിച്ചമില്ലാതായിത്തീരും. ഉള്ള 12 മണിക്കൂർ വ്യവസ്ഥയും മാറ്റും. മൂന്നിലൊന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ മാറ്റം മൂന്നിൽ രണ്ടേ കാണുകയുള്ളൂ. ബാക്കിയുള്ളത് മൂന്നിൽ രണ്ടെന്ന് പറയുമ്പോൾ 16 മണിക്കൂർ ഇരുട്ടായിരിക്കും. ഇപ്പോഴുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ 12 മണിക്കൂറാണെങ്കിൽ മൂന്നിൽ രണ്ട് മാത്രമേ വെളിച്ചം കാണുകയുള്ളൂ. ബാക്കിയുള്ളത് ഇരുട്ടായി മാറുവാൻ 16 മണിക്കൂർ എന്നുള്ള ഇരുളിലേക്ക് മാറിപ്പോകേണ്ടിടയായിത്തീരും. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇരുള് ദീർഘിപ്പിക്കാൻ പോകുകയാണ്, പകൽ കുറയാൻ പോകുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ വർക്കിംഗ് അവേഴ്സൊക്കെ മാറ്റണ്ടേ? ഇപ്പോൾ 12 മണിക്കൂറുള്ളതുകൊണ്ടാണ് 9 മണിക്ക് പോയി 5 മണി എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ശ്രദ്ധിച്ചോണമേ. അപ്പോൾ ഇന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിനുള്ള അതുകൊണ്ടാണ് ഡാനിയൽ പ്രവചനത്തിൽ പറയുന്നത് സമയങ്ങളെയൊക്കെ ക്രമീകരിക്കുമെന്ന്, സമയങ്ങളെ മാറ്റുമെന്ന്. സമയങ്ങളെ മാറ്റിയല്ലേ പറ്റുള്ളൂ. പകലില്ല, പകൽ കുറഞ്ഞു പോയി, വെട്ടമില്ല. അതുകൊണ്ടാണ് ഇപ്പം വലിയ കൃത്രിമ സൂര്യനെയൊക്കെ മനുഷ്യൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്, പകൽ പോലെ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നീ എത്ര പരിശ്രമിച്ചാലും എൻ്റെ കർത്താവ് പറഞ്ഞിരിക്കുന്നിട്ടുണ്ടെങ്കിൽ മൂന്നിലൊന്ന് അത് ഇരുണ്ടു പോകും. പകൽ മൂന്നിലൊന്നും രാത്രി മൂന്നിലൊന്നിനും തട്ടി അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി, രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചം ഇല്ലാതെ ആയി. മൂന്നിലൊന്ന് വെളിച്ചമില്ലാതെയായി. മൂന്നിലൊന്ന് വെളിച്ചം ഇല്ലാതെയായി. അപ്പോൾ ഈ മൂന്നിലൊന്നിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പഠിക്കാൻ എളുപ്പമുള്ളത്. പിന്നെ അനന്തരം ഒരു കഴുക്, ഇനി കാഹളം ഊതുവാനില്ല 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യെ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. ഒരു ദൂതൻ, കഴുകെന്ന് പറയുന്ന ദൂതനാണ്. അവൻ പറഞ്ഞു 4 ദൂതന്മാരുടെ കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. കാഹളം ഊതുന്നതിനെക്കുറിച്ച്, അത് ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തുന്നതിനെ കുറിച്ചാണ്. ആ 4 ദൂതന്മാരുള്ള ബന്ധത്തിൽ ആകാശ 4 കാറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന 4 ദൂതന്മാർ. പിന്നെയുള്ള 3 ദൂതന്മാരുടെ കാലത്ത് വലിയ 3 കഷ്ടങ്ങൾ വരാൻ പോകുന്നു. അതേക്കുറിച്ച് ദൈവം വെച്ചാൽ നാളെ ചിന്തിക്കാം, രാത്രി കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞിരിക്കുന്നത് എത്ര പേർ വിശ്വസിക്കുന്നു? അത് പലരും സംഭവിക്കാനുള്ള വിഷയങ്ങളെക്കുറിച്ച് പല സയൻറ്റിഫിക് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ പോകാറുണ്ട്. പക്ഷേ ആരും ഈ ദൈവത്തിനടുത്ത് വായിക്കാറില്ല. അത് വായിച്ചാൽ എല്ലാം ഉണ്ട് കൊട്ടോ. പലരും എഴുതിയിരിക്കുന്ന വലിയ നോവലുകളുണ്ട്, വരാൻ പോകുന്നതിനെക്കുറിച്ചുള്ള പലരും എഴുതിയിരിക്കുന്ന നോവലുകളുണ്ട്. അവർ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, വരാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ഹൊറർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നേടി മനുഷ്യൻ പോകുമ്പോൾ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ച് പറയുക, എൻ്റെ കയ്യിരിക്കുന്ന പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയാനകത മനസ്സിലാകാൻ സാധിക്കും. എന്താണ് ലോകത്തിന് സംഭവിക്കാൻ പോകുന്നുള്ളത്. അതുകൊണ്ട് രാത്രിയിൽ നമുക്ക് പറയാനുള്ളത്, ഇത് ഈ കഷ്ടങ്ങളിൽ നിന്നെല്ലാം വിടിവിക്കുവാൻ വേണ്ടി ആത്മമണവാളൻ വേഗത്തിൽ വരുന്നതുകൊണ്ട് രാത്രിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയാം, അതേ കർത്താവേ, അങ്ങ് വരണമേ. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കാത്തിരിക്കുന്ന ഞങ്ങളുടെ വരവിന് വേണ്ടിയാണ്. ഭൂമി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും. അത് 3 ബാധ തട്ടും, 3 സംഭവിക്കും. അതിനുശേഷമായി 3 വലിയ കഷ്ടങ്ങൾ സംഭവിക്കുന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ രാത്രിയിൽ നാം സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ നിശ്ചയമായിട്ട് നമുക്ക് പറയാം, നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് സംഭവിക്കുന്നത് തന്നെയാണ് എന്നുള്ളതിനെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യോന്റെ ഭാഷയിൽ പ്രസ്താവിച്ചാൽ അക്ഷരാർത്ഥത്തിൽ കഷ്ടരാത്രി ദീർഘിച്ചുകൊണ്ടിരിക്കാൻ പോവുകയാണ്. ഇവൻ്റെ പുസ്തകം 7-ാമത്തെ 3 വാക്യങ്ങൾ കാലഘട്ടമാണ് അന്ന് വരാൻ പോകുന്നത്. ഇന്നത്തെ ലോകഭരണാധികാരിയായ എതിർക്രിസ്തുവിന് സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുന്നത് നിർബന്ധമാക്കുന്നത് ദാനിയേൽ പ്രവചനം 7-ാമത്തെ 25-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 12 മണിക്കൂർ വീതം ദൈർഘ്യമുള്ള ദിനരാത്രി കർത്താവ് പറഞ്ഞു. 9-ാം വാക്യത്തിൽ പറഞ്ഞു, പകലിന് 12 മണിക്കൂറുണ്ടല്ലോ, രാത്രിക്ക് 12 മണിക്കൂറുള്ളൂ. ഇതിൻ്റെ അർത്ഥം 3 അഥവാ 4 മണിക്കൂർ വീതം പകലിലും രാത്രിയിലും വെളിച്ചമില്ലാതാകുന്നു. അഥവാ 8 മണി, അത് 12 എന്നുള്ളത് 12-ന് 3 എന്ന് പറയുമ്പോൾ
മൊത്തമായിട്ടുള്ള 24 മണിക്കൂറിൽ നിന്ന് ആ, രാത്രി ദീർഘിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 16 12 നിന്ന് 3 പറയുമ്പോൾ 4.8 മണിക്കൂറേ ഇവിടെ വെളിച്ചം കാണുകയുള്ളൂ. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ അത് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സംഭവിക്കും പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ തുടക്കമൊക്കെ കാണുന്നത്. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാ. പെട്ടെന്നല്ലല്ലോ സംഭവിക്കുന്നത്. അല്പാൽപാട്ടല്ല, സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും. അത് വർഷങ്ങളായി എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുമെന്നുള്ളത് വിശ്വാസയോഗ്യമായ കാര്യമാണ്. 12 മണിക്കൂർ വീതം ദൈർഘ്യമുള്ള ദിവസത്തിൽ നിന്ന് 3 അഥവാ 4 മണിക്കൂർ വീതം പകലിലും രാത്രിയിലും വെളിച്ചമില്ലാതെ, അപ്പം രാത്രിയുടെ ദീർഘം 12 എന്നുള്ളത് അത് 16 മാറും. 8 മണിക്കൂറായിട്ട് ഡേ ടൈം വെളിച്ചമുള്ള സമയം മാറും. നിങ്ങൾ അതിശയമുണ്ടോ ഈ വിഷയം കേൾക്കുമ്പോൾ? ഒരുപക്ഷെ അതിശയോക്തിയായിട്ട് തോന്നുന്നു. നടക്കത്തില്ലെന്ന് വിചാരിക്കുമോ? നിശ്ചയമായിട്ട് നടന്നിരിക്കും. ഇരുൾ വരാൻ പോവുകയാണ്. ഭൂമിയുടെ സ്ഥിതികളെയൊക്കെ മാറ്റാൻ പോവുകയാണ്. പ്രപഞ്ച ശക്തികൾക്ക് മാറ്റമുണ്ടാകുമ്പോൾ, ഭ്രമണപഥത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ ഇതെല്ലാം സംഭവിക്കേണ്ട പോലെ സംഭവിക്കും. ഇരുൾ കൂടാൻ പോകുകയാണ്. കർശരാത്രി വർദ്ധിക്കാൻ പോകുകയാണ്. എന്നാൽ അതിനു മുമ്പായി നമുക്ക് വേണ്ടി ഒരു ശുഭദിനം ആഗതമാകാൻ പോകുകയാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂത ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്ക് ജീവനൊടുക്കി നാം രൂപാന്തരപ്പെട്ട് അവൻ എഴുന്നേൽക്കുവാൻ നാം എടുക്കപ്പെടും. എന്നാൽ അതിന് ശേഷമുള്ള കാലഘട്ടത്തിലും ദൈവം സൂക്ഷിക്കേണ്ടവരെ സൂക്ഷിച്ചു നിർത്തുവാൻ വേണ്ടി അവരെ ദൈവം പ്രാർത്ഥനയിലും അതുപോലെ അഭിഷേകം ചെയ്യേണ്ടവരെ അഗ്നിസ്നാനം കൊണ്ട് അഭിഷേകം ചെയ്ത് നിർത്തുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതുകൊണ്ട് എന്താണ് ലോകത്തിന് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ദൈവസഭയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് ചോദിച്ചാൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം വളരെ വിശദമായി പഠിക്കേണ്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ വിശദീകരിച്ചു പോയിട്ടുള്ളൂ. വിശദീകരിച്ചാൽ എത്രമാത്രം വിശദീകരിക്കാൻ തീരത്തില്ല. എന്നാൽ ആവശ്യമായ കാര്യങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പുൽമേടുകൾ കാണുമ്പോൾ കൈ ചൂണ്ടി പറഞ്ഞുകൊള്ളുക. അതേ എതിർ ക്രിസ്തുവിന്റെ ഭരണസമയത്ത് ഒന്നാമത്തെ കാഹളമൂതുമ്പോൾ ദൂതൻ ഊതുമ്പോൾ സകല കാണുന്ന പുൽമേടുകളും അത് വെന്തുപോകും. ദൈവത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. നീരുറവുകളെ കാണുമ്പോൾ പറഞ്ഞുകൊള്ളുക, ഇത് കയ്പായി മാറാൻ പോകുക. അത് ഇന്ന് കാണുന്ന 12 മണിക്കൊണ്ട് നമ്മുടെ സമയത്തെ നോക്കുമ്പോൾ പറഞ്ഞുകൊള്ളുക, ഇതിൻ്റെ ഇത് 3 ഇളായിത്തീരാൻ പോവുക. അങ്ങനെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കും. ഇതിനേക്കാൾ എന്താണ് നാം ഇനി ഗ്രഹിക്കാനുള്ളത്? നാം ഒരു കാര്യം മാത്രം ഗ്രഹിക്കുക, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വിനയപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പായി കർത്താവ് നമ്മെ ചേർക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും സന്തോഷത്തോടും കൂടെ ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ഞാനിവിടെ ഇന്ന് രാത്രിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുമ്പോൾ വരാൻ പോകുന്ന 3 വലിയ കഷ്ടതകൾ എന്താണെന്നുള്ളത് ദൈവം നാളെ ചിന്തിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.